അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. വേദിയിലുള്ള ബഹുമാന്യരെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും സുഖം, ദുഃഖം, സന്തോഷം, സങ്കടം, എളുപ്പം, പ്രയാസം, രോഗം, ആരോഗ്യം, ലാഭം, നഷ്ടം, ഇതൊക്കെ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന വഴികളാണ്. അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചു ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദീൻ കേരളത്തിലെ ആധികാരിക ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഓരോ കാലഘട്ടത്തിനുമനുസരിച്ച് ജനങ്ങൾക്ക് പ്രത്യേകമായ അവഗാഹം നൽകേണ്ട വിഷയങ്ങളിൽ ഇടക്കിടക്ക് ചില ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കും. 3 മാസം, 4 മാസം, 6 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനുകൾ. ഈ ക്യാമ്പയിനുകളുടെ സവിശേഷത ആ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും ആ ക്യാമ്പയിൻ. നേരത്തെ ഇവിടെ ആശംസാ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കുടുംബം എന്ന സംവിധാനം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. സാധാരണ പറയാറുണ്ട്, യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിടെ മുളച്ചു വരുന്ന ഒരു സംസ്കാരം കുറഞ്ഞ കാലത്തിൻ്റെ ഇടയ്ക്ക് അത് കേരളത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നാണ്. ഈ കുടുംബം നേരിടുന്ന ഈ പ്രതിസന്ധി ഉണ്ടല്ലോ, അത് നമ്മുടെ കേരളത്തിലെ അത്ര ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ല എന്നാണ് ഏറ്റവും അത്ഭുതകരമായ സംഗതി. തമിഴ്നാടും കർണാടകയും പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുമ്പോഴാണ് നമ്മുടെ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ കുടുംബ ബന്ധത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറ. എന്തിനാണ് കുടുംബം? എന്തിനാണ് ഈ കുടുംബത്തിൻ്റെ കെട്ടുപാടുകളൊക്കെ? കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ സുഖങ്ങളെയും സമ്പത്തിനെയും ഒക്കെ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്? ഈ കുടുംബത്തിൻ്റെ കെട്ടുപാടുകളൊക്കെ ഇല്ലെങ്കിൽ ഓരോരുത്തർക്കും സ്വതന്ത്രമായി അവനവൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചൂടെ? വർഷങ്ങളോളമൊക്കെ ഗൾഫിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിച്ചത് മാതാപിതാക്കളെ ചികിത്സിക്കാനും പെങ്ങന്മാരെ കെട്ടിക്കാനും കുടുംബത്തിന് വീട് വെക്കുവാനും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ കുടുംബത്തിൻ്റെ കെട്ടുപാടിൽ കുടുങ്ങി നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു പുതിയ തലമുറ നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു ചിന്ത 1/2 നൂറ്റാണ്ട് മുമ്പ് തന്നെ പാശ്ചാത്യ ലോകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അനന്തര ഫലങ്ങൾ ഇന്ന് ആ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത സുഹൃത്ത്, അദ്ദേഹം ഇറ്റലിയിലേക്ക് കുറേ മലയാളികളായ ആളുകളെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോയി. ഇറ്റലി അത്ര ഒരു സാങ്കേതികമായി വളർന്ന രാജ്യമൊന്നുമല്ല. ജപ്പാനോ അല്ലെങ്കിൽ ചൈനയോ അതുപോലത്തെ ഒരു രാജ്യമൊന്നുമല്ല ഇറ്റലി. വളരെ യാഥാസ്ഥികമായ ഒരു രാജ്യമാണ് ഇറ്റലി.
അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, ഇറ്റലിയിൽ അതിന് മാത്രം എന്ത് ജോലി സാധ്യതയുള്ളത്? അപ്പൊ എന്താ ജോലി അറിയങ്ങള്? പ്രായമായ മനുഷ്യന്മാരെ വീട്ടിൽ ശുശ്രൂഷിക്കുക. മക്കളില്ല, കാരണം അവർ കല്യാണം കഴിച്ചിട്ടില്ല, അവർക്ക് കുടുംബങ്ങളില്ല, അവർക്ക് സ്വത്തുണ്ട്, ജോലിയുണ്ട്, വീടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോ അവർ തളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് സംരക്ഷണം വേണം. ആരാ സംരക്ഷിക്കാനുള്ളത്? ബന്ധങ്ങളില്ലല്ലോ. അതുകൊണ്ട് കൂലിക്കാളെ വെച്ച് അവർ സംരക്ഷണം നേടുകയാണ്. അതിന് സാമ്പത്തിക ശേഷി ഇല്ലാത്തവര് സർക്കാരിന്റെ സഹായം തേടുകയാണ്. അത് കിട്ടാത്തവര് വഴിയോരങ്ങളിൽ തെരുവ് പട്ടികളെ പോലെ ശ്വാസം വലിച്ച് എഴഞ്ഞു നീങ്ങാൻ പോലും കഴിയാതെ അവരങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. കുടുംബങ്ങൾ ഇല്ലാതായാൽ എന്താണ് ലോകത്ത് സംഭവിക്കുക എനിക്കറിയാം. ഒന്ന് ഞാൻ ചുരുക്കിയെന്ന് പറയാം, എന്റെ വിഷയം അതല്ല. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ഈ ഒരു ആമുഖം പറയേണ്ടതുണ്ട്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളാണ് ഇത് കേൾക്കേണ്ടത്. കാരണം നിങ്ങളെയാണ് ചിലർ സ്വാധീനിക്കുന്നത്. കുടുംബം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരാളുടെ ഭാര്യയായി, അയാളുടെ അടിമയായി, അയാളുടെ ബാപ്പാനെ നോക്കി, അയാളെ ഉമ്മാനെ നോക്കി, അയാളെ പെങ്ങന്മാരെ നോക്കി ജീവിതത്തിന്റെ നല്ല നാളുകളെ നശിപ്പിച്ചു കളയുന്ന പ്രാകൃതമായ ഒരു ജീവിത രീതിയാണ് കുടുംബ സംവിധാനമെന്ന് നമ്മുടെ ചെറിയ മക്കളോട് ഈ ആളുകൾ 1000 നാവ് കൊണ്ട് വിളിച്ചു പറയണം. നമ്മുടെ ചില വീടുകളിലെ ചില പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ പെൺമക്കൾക്ക് മിക്കവാറും അതൊക്കെ ശരിയാണെന്ന് തോന്നുകയാണ്. കല്യാണം വേണ്ട 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 എന്ന് പറഞ്ഞ് 10-28 വയസ്സായ ഒരു പെൺകുട്ടിയെ ആ പിതാവും മാതാവും എന്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു. ഉസ്താദ് ഒന്ന് സംസാരിക്കണം, എന്താ അവളുടെ ശരിക്കുള്ള പ്രശ്നം? അവൾക്ക് വേറെ കാമുകന്മാരുണ്ടോ? ആരെങ്കിലും ഇഷ്ടമാണോ? എങ്കിൽ ഞങ്ങൾ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാം. ഇനിയും ഞങ്ങൾക്ക് പാർത്തുവെക്കാൻ ഉദ്ദേശമില്ല. അവൾ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂ എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ എന്താണ് തടസ്സം? നിനക്ക് അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടോ? ആരോടെങ്കിലും താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, ഞാനും ഇടപെട്ട് തരാം. പെൺകുട്ടി പറഞ്ഞു, അതൊന്നും അല്ല സാറേ, എന്റെ ഉമ്മ നല്ല വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീയാണ്. നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സാമാന്യ വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം നേടിയവരാണ്. പക്ഷേ എന്റെ ഉമ്മയെ പഠിപ്പിക്കാമെന്ന വാക്കിലാണ് എന്റെ ഉപ്പ കല്യാണം കഴിക്കുന്നത് എന്നാണ് ഉമ്മ പറഞ്ഞത്. ഉമ്മയുടെ കൂടെയുള്ള കുട്ടികളൊക്കെ ആ കല്യാണത്തിന് എതിരായിരുന്നു. പക്ഷെ ഉപ്പയുടെ വാക്ക് വിശ്വസിച്ചാണ് ഉമ്മ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷെ കല്യാണം കഴിഞ്ഞ ഉടനെ ഉമ്മയുടെ പഠനം ഉപ്പ നിർത്തി. 2ാമത്തെ മാസം ഉമ്മ ഗർഭിണിയായി. പിന്നീട് അങ്ങോട്ട് വളരെ ദുഷ്കരമാണ് ഉമ്മയുടെ ജീവിതം. ഉപ്പ ഇത്തിരി ക്രൂരമായി പെരുമാറുന്ന ആളാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. ഉപ്പ വീട്ടിൽ വന്നാൽ ഞങ്ങൾക്കൊക്കെ പേടിയാണ്, എന്തു സംഭവിക്കാം. ഇടക്കിടക്ക് അടുക്കളയിൽ നിന്ന് ശബ്ദം കേൾക്കാം, കരച്ചിൽ കേൾക്കാം, തേങ്ങൽ കേൾക്കാം. ഞങ്ങൾ പേടിച്ച് കട്ടിലിന്റെ മൂലയിൽ ഒതുങ്ങി നിൽക്കാറാണ്. അതുകൊണ്ട് എന്റെ ഉമ്മയെപ്പോലത്തെ ഒരു ജീവിതം അതാണ് എന്നെയും കാത്തിരിക്കുന്നത് എങ്കിൽ ഞാൻ എന്തിനാ ഉസ്താദെ കല്യാണത്തിന് സമ്മതിക്കുന്നത്? എനിക്ക് സ്വന്തമായിട്ട് ജീവിച്ചാൽ പോരെ. എന്റെ ഉമ്മയെപ്പോലത്തെ ഒരു അടിമത്ത ജീവിതമാണ് ഈ വിവാഹത്തിലൂടെ എന്നെ കാത്തിരിക്കുന്നതെങ്കിൽ ഞാൻ എന്തിന് കല്യാണം കഴിക്കണം? ആ പെൺകുട്ടിയുടെ ചോദ്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ചോദ്യം. അതായത് 2 തരത്തിലാണ് വർത്തമാനകാലത്ത് യുവാക്കളെയും യുവതികളെയും പിടിച്ചു നിർത്തപ്പെട്ടിരിക്കുന്നത്. 3ാമത്തെ ശക്തമായ ഒരു ലോബി ഈ കുടുംബജീവിതത്തെ നിരാകരിക്കുന്ന ആശയം പുതുതലമുറയിൽ സിനിമയിലൂടെ, പാട്ടിലൂടെ, സീരിയലുകളിലൂടെ, നോവലുകളിലൂടെ, കഥകളിലൂടെ ഒക്കെ കുടുംബജീവിതത്തിന് എതിരായ ആശയം അതാണ് സുന്ദരമെന്ന് ഇപ്പോഴത്തെ കാലത്ത് ഇറങ്ങുന്ന സിനിമകള്. ഇപ്പോ നോവലുകളൊക്കെ പഴയതുപോലല്ല, വായന തിരിച്ചു വന്ന കാല, പ്രസിദ്ധീകരണശാലകളൊക്കെ പുനർജീവനത്തിന്റെ കാല. നല്ല നല്ല പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്, എഴുത്തുകാരുണ്ടാവുന്നുണ്ട്, നോവലുകളും കഥകളും എമ്പാടും ഇറങ്ങുന്നുണ്ട്. പക്ഷേ പുറത്തിറങ്ങുന്ന രചനകളൊക്കെ ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത് അതൊരു പ്രാകൃതമാണ് എന്നും അതിന് തലവെച്ചു കൊടുക്കുന്നത് ആത്മഹത്യാപരമാണ് എന്നും കുടുംബ ബന്ധത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നും പുറത്തു ചാടി സ്വതന്ത്രമായ ജീവിതമാണ് മനോഹരമെന്നും പ്രചരിപ്പിക്കുന്നതാണ് ഈ എഴുത്തുകളും കഥകളും സിനിമകളും സംവിധാനങ്ങളും ഒക്കെ. പലപ്പോഴും നമ്മുടെ മുതിർന്ന ആളുകൾ അതൊന്നും വായിക്കാറില്ല, ആ വഴിക്ക് പോകാറില്ല, അത് ചർച്ച ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് നമ്മളത് അറിയുന്നില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന ലോകത്ത് ഇതൊരു സജീവ ചർച്ചയാണ്, സജീവ ചർച്ച. ഇതിന്റെ പിന്നിൽ ആരാങ്ങൾക്കറിയാം, അതും കൂടി ഞാൻ പറയട്ടെ. ലോകത്ത് ഇപ്പൊ എനിക്ക് ഒരു സങ്കടമോ പ്രയാസമൊക്കെ ഉണ്ടായാൽ എന്റെ സങ്കടം പ്രയാസമൊക്കെ ഇങ്ങനെ തീരുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുക,
എൻ്റെ ഭാര്യ ഹാപ്പി ആണെങ്കിൽ എൻ്റെ മക്കള്, എൻ്റെ പേരമക്കള് അവരൊക്കെ കൂടുമ്പോൾ അവരുടെ കൂടെ ഒന്ന് ചിരിച്ചാൽ നമ്മുടെ സങ്കടത്തിന്റെ ആ വലിയ ഐസ് മലകളൊക്കെ അതങ്ങനെ ഉരുകി ഉരുകി ഇല്ലാതാവും. നമ്മുടെ കുടുംബം താമസിക്കുന്ന വീടിന് ഇസ്ലാം കൊടുത്ത പേരെന്താ അറിയോ? മസ്കൻ എന്നാണ്. മസ്കൻ എന്ന മസ്കൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? ശാന്തിയുടെ കേന്ദ്രം എന്നാ. അവിടെ ചെന്നാല് നമ്മുടെ ബേജാറൊക്കെ മാറി, പ്രയാസമൊക്കെ മാറി, സങ്കടമൊക്കെ മാറി, നമ്മൾ ഉഷാറായി. ഈ കുടുംബ സംവിധാനം ഇല്ലെങ്കിൽ ശാന്തിയും സമാധാനവും തേടി മനുഷ്യൻ എവിടെയാണ് പോവുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ആലോചിച്ച് തല പുണ്ണാക്കൊന്നും വേണ്ട. കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ അല്ലെങ്കിൽ മധ്യവയസ്കനോ വാർദ്ധക്യത്തിലെത്തിയവരോ ആരാവട്ടെ, അവരുടെ ജീവിതത്തിന്റെ ടെൻഷന് പരിഹാരം തേടി അവരെങ്ങോട്ടാ പോവുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എളുപ്പത്തിൽ പറഞ്ഞാൽ ലഹരിയിലേക്ക്. കൊച്ചുകുട്ടികൾ മുതൽ, നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ, യുവാക്കൾ മുതൽ, അല്ലെങ്കിൽ മധ്യവയസ്സിലെത്തിയ 50 60 എത്തിയ ആളുകൾ മുതൽ ഒരു 70 80 ഇത്തരം വീടുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ആളുകൾ ആശ്വാസം തേടി പോകുന്നത് ലഹരിയിലേക്കാണ്. അതുമല്ലെങ്കിൽ വൃത്തികെട്ട ലൈംഗികതയിലേക്കാണ്. ആ മേഖലകളിലൊക്കെ കടന്നു ചെന്ന് ജീവിതം തകർന്നു പോയ ആളുകളോട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കേണ്ടി, നിങ്ങൾ എങ്ങനെ അവിടെ എത്തിയത്? അവർ പറയും മാനസികമായ പ്രയാസങ്ങളാണ്, ജീവിതത്തിന്റെ ഒറ്റപ്പെടലാണ്, ജീവിതത്തിന്റെ നിരാശയാണ്, പ്രതിസന്ധികളാണ്, കൂടെ ആരുമില്ല എന്ന തോന്നലാണ്, ഒറ്റക്കായോ എന്ന തോന്നലാണ് ഇവിടെ എത്തിച്ചത് എന്ന് അവരൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ നമ്മുടെ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും, അത് രാജഭരണമുണ്ട്, ജനാധിപത്യ ഭരണമുണ്ട്, അങ്ങനെ പല രൂപത്തിലുള്ള ഭരണങ്ങളാണെങ്കിലും സത്യത്തിൽ ലോകത്തിലെ രാജ്യങ്ങളെ മുഴുവനും കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല ഈ ലോകത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട മേഖലയാണ്. ലഹരി കച്ചവടത്തിന്റെ പണം കൊണ്ടാണ് പല രാജ്യങ്ങളും ജീവിച്ചു പോകുന്നത്. എന്തിനേറെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മളൊക്കെ അഹങ്കരിക്കുന്ന, വിദ്യാസമ്പന്നരായ ആളുകൾ ഏറെയുണ്ട് എന്ന് അഭിമാനിക്കുന്ന, ലോകത്തിലെ ഏറ്റവും മനോഹരമായ നാടെന്ന് നമ്മളൊക്കെ പലപ്പോഴും വീമ്പ് പറയുന്ന നമ്മുടെ കൊച്ചു കേരളം പോലും മുന്നോട്ട് പോകണമെങ്കിൽ കള്ള് വിറ്റ് കിട്ടുന്ന പണം കിട്ടിയേ തീരൂ എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? മിക്കവാറും എല്ലാ ഭരണകൂടങ്ങളെയും എല്ലാ വ്യക്തികളെയും നിയന്ത്രിക്കാനുള്ള അധികാരം, കഴിവ് ഇവിടത്തെ ലഹരി മാഫിയക്കുണ്ട്. അവരുടെ ചട്ടുകങ്ങളാണ് പലപ്പോഴും ലോകത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പലരും. അതുകൊണ്ട് തന്നെ ആ മദ്യമാഫിയയുടെ, ലഹരി ലോബിയുടെ ആഗോളതലത്തിലുള്ള അവരുടെ ആശയത്തിന്റെ ഭാഗമാണ് കുടുംബങ്ങൾ തകരണം, ആളുകൾ ഒറ്റപ്പെടണം, സമാധാനത്തിന് തല ചായ്ക്കാൻ ഒരു മടിയില്ലാതെ, മരത്തണലില്ലാതെ അവർ ലഹരിയിലേക്ക് അവരുടെ ജീവിതത്തെ കൊണ്ടുവരണം, കച്ചവടം പൊടിപൊടിക്കണം. ഇതൊരു താല്പര്യമാണ്. ഈ മാഫിയയാണ്. ഇപ്പൊ ഒരു സിനിമയൊക്കെ പുറത്തിറങ്ങണമെങ്കിലേ കുറച്ച് പൈസ ഒന്നും പോരാ, കോടികളെ മുടക്കണേ. നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ ഈ കോടികളൊക്കെ മുടക്കുന്നത് അതിന്റെ നിർമ്മാതാക്കൾ മാത്രമാണെന്ന്? ഇത്തരം സിനിമകൾ സമൂഹത്തിൽ പ്രചരിക്കാൻ വേണ്ടി ഈ നിർമ്മാതാക്കളുടെ കൂടെ കോടികൾ കൊടുത്ത് കട്ടക്ക് നിൽക്കുന്നുണ്ട് ഈ സംവിധാനം. എന്തിനറിയോ? കുടുംബങ്ങൾ തകരാൻ. ആ കുടുംബത്തെ കുറിച്ചുള്ള ഏത് സിനിമയായാലും, ഏത് നോവലായാലും, ഏത് സീരിയലായാലും അമ്മായിയമ്മ പോര്, നാത്തൂന്റെ പോര്, അങ്ങനെ പോര്, ഇങ്ങനെ പോര്, പ്രശ്നങ്ങൾ, അങ്ങനെ ആത്മഹത്യ, ജീവിതം, നിരാശ, ഈ കഥകൾ തന്നെയാണ് കുടുംബത്തെ പറ്റി. എന്നാ കുടുംബത്തിൽ നിന്ന് പുറത്തു പോയവരോ പ്രണയം, മനോഹരം, ജീവിതം നിറഞ്ഞ കളർഫുള്ളായ മനോഹരമായ മഴവില്ല് പോലത്തെ ആ ജീവിതത്തിന്റെ സാങ്കല്പികമായ കഥകൾ കൊണ്ട് കുടുംബത്തിന് പുറത്തു പോയവരെ മനോഹരമാക്കുകയാണ് പുതിയ സംവിധാനങ്ങളൊക്കെ. ഇത് നമ്മൾ അറിഞ്ഞില്ല എന്ന് വെക്കരുത്. എന്തായാലും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ 25 വയസ്സായിട്ടും കല്യാണം വേണ്ടാന്ന് പറയാ, 30 വയസ്സായിട്ടും കല്യാണം വേണ്ടാന്ന് പറയാ. എന്തായാലും ഓല അങ്ങനെ അവർ ജീവിക്കുന്ന ലോകത്ത് ഇതൊരു സജീവ ചർച്ചയാണ്, ഇതൊരു സജീവ വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ പുതിയ തലമുറയെ കൃത്യമായിട്ട് കുടുംബത്തിന്റെ അനിവാര്യത, കുടുംബത്തിന്റെ ആവശ്യകത, കുടുംബം നൽകുന്ന സമാധാനത്തിന്റെ ആഴം, ആ കുടുംബ ബന്ധം ഇല്ലാതായാൽ നമ്മൾ എത്തിപ്പെടുന്ന മേഖല, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ
വേട്ടയാടി പിടിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായ്ക്കളുടെ ലോകത്തിലേക്കാണ് നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നത്. ബാപ്പാനും ഉമ്മാനും തള്ളിപ്പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കളുണ്ടല്ലോ, കഞ്ചാവിന്റെ പുകയങ്ങനെ ആകാശത്തിലേക്ക് ചുരുട്ടി ചുരുട്ടി വിടുന്ന താടിയും മുടിയും വളർത്തിയ ഒരുത്തന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സങ്കടകരമായ ചിത്രങ്ങളാണ് ചുറ്റുഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാപ്പാനോട് പറയണ്ടട്ടോ അന്റെ ബാപ്പ മോശ, അന്റെ അമ്മ അറിയണ്ടട്ടോ അന്റെ അമ്മ മോശ, ആങ്ങളോട് പറയണ്ട കേട്ടോ ആങ്ങള മോശ. പിന്നെ ആരാ നല്ലത് അറിയാം? അവളെ കാത്തിരിക്കുന്ന ചെന്നായ കഞ്ചാവിന്റെ പുകയിൽ, MDMA-യുടെ ആ വലിയ പുകയിൽ അവളെ കാത്തിരിക്കുന്ന, അവളുടെ ശരീരം കാത്തിരിക്കുന്ന അവൻ മാത്രമാണ് അവളുടെ മുമ്പിലെ മാലാക, സ്നേഹത്തിന്റെ മാലാക. എനിക്ക് അവനെ പിരിയാൻ പറ്റൂല. ബാപ്പാനെ പിരിയ, ഉമ്മാനെ പിരിയ, ആങ്ങളനെ പിരിയ, എല്ലാരും പിരിയ, ഓനെ പിരിയാൻ പറ്റൂല. ഇത്തരം സംസാരങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശക്തമായ ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് കണ്ടില്ല കേട്ടില്ല നടിച്ച് നമ്മൾ കണ്ണു ചിമ്പി ഇരുന്നാലേ തിരിഞ്ഞു നോക്കുമ്പോ പിന്നാലെ മക്കളുണ്ടാവില്ല, നാളെ അവർ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കുടുംബം എന്ന സംവിധാനം കേരളക്കരയിൽ ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് കുടുംബത്തിന്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ അനിവാര്യത, അതുണ്ടാക്കുന്ന സ്വാധീനം, അത് തരുന്ന സുരക്ഷിതത്വം, അതിൻ്റെ അനിവാര്യമായ ആവശ്യകത, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിന് രാജ്യം മുഴുവൻ നന്നാക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കൂല. നമ്മുടെ സംസ്ഥാനം നന്നാക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കൂല. നമ്മളെ പഞ്ചായത്തോ വാർഡോ നന്നാക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കൂല. പക്ഷേ നമ്മുടെ വീട് നമ്മൾ കഠിനാധ്വാനം ചെയ്ത് ചോര നീരാക്കി നമ്മുടെ ജീവനക്കാളേറെ സ്നേഹിച്ച് നമ്മൾ വളർത്തുന്നവരല്ലേ നമ്മുടെ വീട്ടിലെ ഓരോ കുട്ടികളും. ഈ കഴിഞ്ഞ ദിവസം ഒരു 4 ദിവസം മുമ്പ് ഞങ്ങളുടെ നാട്ടില് എടവണ്ണയടുത്ത് ഒതായി ചാത്തല്ലൂർ പ്രദേശത്ത് ആനയുടെ അടി കൊണ്ട് ഒരു 83 വയസ്സായ സ്ത്രീ മരിച്ചു. 83 വയസ്സ്, ഒരു വല്യമ്മ അല്ലേ? 83 വയസ്സ് പറഞ്ഞാൽ എത്രമാത്രം തളർന്നിരിക്കും ആ സ്ത്രീ. അവർ ആനയുടെ അടിയേറ്റ മരിച്ചത് രാവിലെ. എന്താ സംഭവം എന്നറിയോ? പ്രദേശത്ത് ആന ഇറങ്ങിയിട്ടുണ്ട്, ആരും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് ഫോറസ്റ്റുകാരും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരായ ആളുകളൊക്കെ എല്ലാ വീടുകളിലും വിവരം കൊടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ, അതേപോലെ ഉച്ചഭാഷിണി കെട്ടിയിട്ട് ജീപ്പിലൂടെയൊക്കെ അവർ ആ പ്രദേശത്ത് മൊത്തം വിവരം കൊടുത്ത് ആന ഇറങ്ങിയിട്ടുണ്ട്, ഇത്തിരി അക്രമകാരിയായ ആനയാണ്, അതുകൊണ്ട് വീട്ടിലുള്ള ആരും പുറത്തിറങ്ങരുത്. ഇതാണ് അവിടെ രാവിലെ തന്നെ കിട്ടിയ മെസ്സേജ്. എല്ലാവരും വീടിന്റെ ഉള്ളിലേക്ക് മാറി. അപ്പൊ ഈ വല്യമ്മയുള്ള വീട്, വല്യമ്മ എന്ന വല്യമ്മയാണ്, ആ വല്യമ്മയുള്ള വീട്ടിൽ 2 കുട്ടികളുണ്ട്. അവർ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി സാധാരണ കുളിക്കാൻ പോകാറുണ്ട്. സ്കൂളിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്ന ഒരു ചെറിയ കുഴിയുണ്ട്, അവിടെയാണ് അവർ കുളിക്കാൻ പോകാറ്. അപ്പൊ ഈ കുട്ടികൾ കുളിക്കാൻ പോകുന്ന സമയമാണ്. ഈ വല്യമ്മ ഒന്നും നോക്കിയില്ല, തന്റെ മക്കൾ കുളിക്കാൻ പോയിക്ക ആന ഇറങ്ങുന്ന സ്ഥലത്ത് ആ വല്യമ്മ തന്റെ കാലുകൾ പതുക്കെ പതുക്കെ പെറുക്കി വെച്ച് ആ മക്കളെ തേടി പോയതാ ആ കുഴിയുടെ അടുത്തേക്ക്. പോകുന്ന വഴിക്ക് മറഞ്ഞിരുന്ന ആന വല്യമ്മയെ അടിച്ചു വീഴ്ത്തി ഒരൊറ്റ അടിക്കാ വല്യമ്മ മരിച്ചു. മക്കളന്ന് കുളിക്കാൻ പോയിട്ടില്ലായിരുന്നു, അവർ വീടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് എന്റെ മക്കൾ കേൾക്കാനാ. ആ 86 വയസ്സായ വല്യമ്മ ആ ആനയുടെ പേടിയിലും അവർ വീട് വിട്ട് പുറത്തിറങ്ങിയതേ തന്റെ പേരമക്കളോടുള്ള തന്റെ ജീവനക്കാളേറെയുള്ള സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം വെറുതെ കിട്ടൂല. അതൊരു കുടുംബത്തിന്റെ സമ്മാനമാണ്, അതൊരു കുടുംബത്തിന്റെ ഉൽപ്പന്നമാണ്, അതൊരു കുടുംബത്തിന്റെ അനന്തരഫലമാണ്. ആ സ്നേഹത്തിന് പകരം വഴിയോരത്ത് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു സിനിമയോ ഒരു ബീച്ചോ ഒരു പാർക്കോ ഒരു ബൈക്കോ ആയി കാത്തിരിക്കുന്ന ഒരുത്തനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ സ്നേഹം, കുടുംബത്തിന്റെ ആഴം, കുടുംബത്തിന്റെ ഒരു സുരക്ഷിതത്വം, അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. 1 മണിക്കൂറാണ് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം. 4:45 മുതൽ 5:45 വരെ. മണിക്കൂർ ഇപ്പൊ തീർന്നൂലേ? ആമുഖം പറഞ്ഞിട്ട് അത് പോയതാ, ബാക്കി കൂടി ഞാൻ പറയാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, മനുഷ്യൻ അല്ലാഹു തആല അവനു വേണ്ടി നിശ്ചയിച്ചു തന്ന കുടുംബത്തിലാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നത് അള്ളാഹുവിന്റെ ഏറ്റവും കണിശമായ ഒരു കൽപ്പനയാണ്. അത് എൻ്റെ ചോയ്സ് അല്ല.
എനിക്ക് കുടുംബം വേണോ വേണ്ടേ, ഞാൻ കുടുംബത്തിൽ ജീവിക്കണോ വേണ്ടേന്ന് എനിക്ക് തെരഞ്ഞെടുക്കാൻ അധികാരമില്ല, അവകാശമില്ല. ഇപ്പൊ എനിക്ക് ശ്വസിക്കണം, എനിക്ക് ജീവിക്കണമെങ്കിൽ ശ്വസിക്കണം. എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ ഞാൻ ശ്വസിക്കാതെ ജീവിക്കുന്നു? ഞാൻ ശ്വസിക്കാതെ ജീവിക്കും. ശ്വാസം എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ ഇനിമേൽ ശ്വസിക്കുന്നില്ല. ഞാൻ എൻ്റെ വായയും മൂക്കും മുറുകെ പിടിച്ച് എന്താവുക? ഞാൻ ചത്തുപോകില്ലേ, മരിച്ചുപോകില്ലേ? അതുപോലെ ജീവിതത്തിലെ ഒരു അനിവാര്യതയാണ്. മനുഷ്യൻ കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത്. അത് പ്രപഞ്ച സൃഷ്ടാവ് നിശ്ചയിച്ചതാ. അതുകൊണ്ട് എല്ലാ കുട്ടികളും മനസ്സിലാക്കണം, മുതിർന്നവരും മനസ്സിലാക്കണം. ഞാൻ എൻ്റെ കുടുംബത്തിൽ ജീവിക്കണോ വേണ്ടയോ എന്നത് എൻ്റെ ചോയ്സ് അല്ല, എനിക്കതിന് അധികാരമില്ല. ഞാൻ കുടുംബത്തിൽ ജീവിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഹബീബായ റസൂല് പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മിൻ. കുടുംബത്തെ പറിച്ചെറിഞ്ഞ് ഒറ്റക്ക് പോയവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാ പറഞ്ഞേ. അവന് സ്വർഗം കിട്ടൂല. എത്ര നിസ്കരിച്ചിട്ടും കാര്യമല്ല, എത്ര നോമ്പ് നോച്ചിട്ടും കാര്യമല്ല. കുടുംബ ബന്ധങ്ങളെ തള്ളിപ്പറഞ്ഞ് ഒറ്റക്ക് പോയവന് സ്വർഗമില്ല എന്നാ. ഇനി നമ്മുടെ കുടുംബക്കാര് ആരായിക്കോട്ടെ, ഓല ജാതി, ഇപ്പൊ എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ ബാപ്പ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവര്, അവര് മതം മാറി വേറെ ഒരു മതത്തിലെത്തി എങ്കിൽ പോലും അവരുമായുള്ള ബന്ധത്തെ മുറിച്ചു കളയാൻ എനിക്ക് അധികാരമില്ല. ഞാൻ അവരെ നോക്കിയേ പറ്റൂ, ഞാൻ അവരെ സംരക്ഷിച്ചേ പറ്റൂ, ഞാൻ അവരുമായുള്ള ബന്ധം നിലനിർത്തിയേ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന കുടുംബക്കാർ അവരെന്റെ കുടുംബക്കാരാണ്, പക്ഷേ ആദർശപരമായി അവരെന്റെ ശത്രുക്കളാണ്, മറുപക്ഷത്താണ്. പക്ഷേ അവരുമായുള്ള കുടുംബ ബന്ധവും അവരോടുള്ള ബാധ്യതകളും ഞാൻ കൃത്യമായി നിർവഹിക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹു നിശ്ചയിച്ച ഒരു നിർബന്ധമായ കാര്യമാണ് അല്ലേ? അബൂ താലിബ് മരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പലവട്ടം അബൂ താലിബിന്റെ തലഭാഗത്തിരുന്ന് ആവർത്തിച്ച് പറഞ്ഞതാ, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലില്ല എന്നല്ല, അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, കാരണവരായ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ, ലാത്തയുടെ, ഉസ്സയുടെ, മനാത്തയുടെ പേരിലാ അബൂ താലിബ് മരിച്ചത്. അബൂ താലിബിന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ആരാ? റസൂലുള്ളാഹിന്റെ മരുമകൻ ഫാത്തിമയുടെ ഭർത്താവുണ്ട് അലി. അലിയെ വിളിച്ചിട്ട് റസൂല് പറയണേ, നീ പോയിട്ട് ബാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ച് അത് കഫൻ ചെയ്യണം. അല്ലെ, നോക്കൂ നിങ്ങൾ, ബാധ്യതകൾ എങ്ങനെയാണ് കിടക്കുന്നത്. ചില ആൾക്കാർ പറയാറുണ്ടേ, പാപ്പി ഇമ്മയൊക്കെ അങ്ങനെയാണ്, ഒരു ഖുറാഫികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ അങ്ങോട്ട് പോകലുമില്ല, ഞാൻ ഓരോ കാര്യങ്ങൾ നോക്കലുമില്ല എന്നൊക്കെ ചില ആൾക്കാർ അഭിമാനത്തോടെ പറയാറുണ്ട്. കടുത്ത കുറ്റമാണിത്. എൻ്റെ കുടുംബത്തിലുള്ള ഒരംഗം, അള്ളാഹു എനിക്ക് എൻ്റെ കുടുംബത്തിന്റെ ഭാഗമാക്കി തന്ന ഒരാൾ, അയാൾ ആരാവട്ടെ, അയാളോടുള്ള ബന്ധം നിലനിർത്തേണ്ടത് എൻ്റെ വിശ്വാസത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. എത്ര കർശനമായിട്ട് അള്ളാഹു പറഞ്ഞത്. ആരാണോ കുടുംബ ബന്ധം ചേർക്കുന്നത് അവരോട് മാത്രമേ എനിക്ക് ബന്ധമുണ്ടാവുകയുള്ളൂ. ആരാണോ കുടുംബ ബന്ധത്തെ മുറിച്ചു കളയുന്നത് അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എന്നാ അള്ളാഹ് പ്രഖ്യാപിച്ച്. എത്ര കർശനമാണ് ആ കാര്യല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവട്ടെ, പ്രവാചകന്റെ പ്രഗത്ഭരായ സ്വഹാബാക്കളാവട്ടെ, ഇങ്ങനെ ഒരു വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് മുമ്പ് അവരാദ്യം ഒരു അനൗൺസ്മെന്റ് നടത്തും. അനൗൺസ്മെന്റ് പറഞ്ഞാൽ മൈക്കൊന്നുമില്ല, ഒരു പ്രഖ്യാപനം നടത്തും. എന്താ പ്രഖ്യാപനം എന്നറിയാം? തമ്മിൽ തെറ്റിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എണീറ്റ് പുറത്തു പോകണം. കാരണം എന്താ അറിയാം? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അത്തരം സദസ്സിലേക്ക് വരൂലെന്നാ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചല്ലേ തുടങ്ങിയത്? അള്ളാന്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന സദസ്സാക്കണേന്ന് പ്രാർത്ഥിച്ചല്ലേ തുടങ്ങിയത്? തമ്മിൽ തെറ്റിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ആ റഹ്മത്തിന്റെ മലക്കുകൾ ഈ സദസ്സിലേക്ക് വരൂല. അത്രയും കടുത്ത കുറ്റാണ്. ഏത് ബന്ധങ്ങൾ ഇട്ടു പോവാ, ഒറ്റക്ക് പോവാന്നില്ലേ. അതുകൊണ്ട് ഒന്നാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ബോധിപ്പിക്കാനുള്ളത്, നമ്മൾ നമ്മുടെ മക്കളെ, കുടുംബങ്ങളെയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കുടുംബത്തിൽ ജീവിക്കുക എന്നുള്ളത് ഞാൻ തെരഞ്ഞെടുക്കേണ്ട ഒരാശയമല്ല, അത് എൻ്റെ മേൽ എൻ്റെ സൃഷ്ടാവ് നിർബന്ധമാക്കിയ കർമ്മമാണ്. പ്രവാചകന്റെ അടുത്ത് വന്ന് ഒരാൾ ചോദിക്കണേ, എനിക്ക് സ്വർഗത്ത് പോകണം, ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടേ? റസൂൽ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കണം, പിന്നെ കുടുംബ ബന്ധം ചേർക്കണം, പിന്നെ 5 നേരം നിസ്കരിക്കണം, പിന്നെ സക്കാത്ത് കൊടുക്കണം.
അതിന്റെ മുൻഗണനാക്രമം മനസ്സിലാക്കി നിങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ നിബന്ധന പറഞ്ഞത് കുടുംബ ബന്ധങ്ങൾ പാലിക്കണം, പിന്നെ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, അതൊക്കെ പിന്നെ പറഞ്ഞു. അവന്റെ ഗൗരവമാണ്. അതുകൊണ്ട് കുടുംബങ്ങൾ രണ്ടു തരത്തിൽ കുടുംബങ്ങളുണ്ട്. ഒന്ന് ജന്മനാ നമുക്കുണ്ടാകുന്ന കുടുംബങ്ങൾ. ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ വാപ്പ ഇവിടെ ഉണ്ട്, എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്, എൻ്റെ ബാക്കിക്കാരുണ്ട്, എളാപ്പുണ്ട്, മൂത്താപ്പുണ്ട്, ഇവരൊക്കെ റെഡിയാ. ഞാൻ ആ കുടുംബത്തിലേക്ക് വന്നൊക്കെയാണ്. ഞാൻ വന്നിട്ട് ഉണ്ടാക്കിയേക്കല്ല, ഞാൻ ഓൾറെഡി ഉള്ള ഒരു കുടുംബത്തിലേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നൊക്കെയാണ്. പിന്നെ രണ്ടാമതൊരു കുടുംബം ഉണ്ടായി. അതെങ്ങനെ? അത് വിവാഹത്തിലൂടെ. ഞാൻ മറ്റൊരു കുടുംബത്തിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചപ്പോൾ അതൊരു പുതിയ കുടുംബമായിട്ട് മാറി. ഈ രണ്ട് നിലക്കുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവാം. ഈ രണ്ട് കുടുംബ ബന്ധങ്ങളെയും ചേർത്തു പിടിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. ചില ആൾക്കാർ പറയാറില്ലേ, കല്യാണം കഴിക്കുന്നില്ല, കല്യാണം കഴിക്കാതെ ജീവിക്കലാണ് നല്ലത്, അതാണ് സുഖം എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. പ്രവാചകന്റെ കാലത്ത് ഒരു സ്വഹാബി പറഞ്ഞേ, ഞാൻ കല്യാണം കഴിക്കുന്നില്ല. എന്താ കാരണം പറഞ്ഞാലോ? കല്യാണം കഴിച്ചാല് കുട്ടികള്, കുടുംബം, പെണ്ണുങ്ങള്, പെര, അവർക്ക് ചെലവിന് കൊടുക്കണം, അധ്വാനിക്കണം, ഒരുപാട് സമയം അതിനു വേണ്ടി അങ്ങോട്ട് മാറ്റി വെക്കണം. അപ്പൊ ആരാധനകൾക്ക് സമയം കുറയും. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ രാവും പകലും നിസ്കാരത്തിനും ആരാധനകൾക്കും വേണ്ടി മാറ്റി വെക്കണം. പ്രവാചകന്റെ വീട്ടുമുറ്റത്തുനിന്ന അയാൾ ആ പ്രതിജ്ഞെടുത്തത്. പ്രവാചകൻ വീട്ടിലില്ലായിരുന്നു. പ്രവാചകൻ വീട്ടിൽ വന്നപ്പോ ഭാര്യമാര് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകൻ വീട്ടിൽ കയറിയ നേരെ പള്ളിക്കക്ക് നടന്നിട്ട് അവിടെ ചെന്ന് ചോദിച്ചു, ആരാ നിന്റെ വീട്ടിൽ പോയി? നീ പിടിച്ചുകൊണ്ട് വന്നു ആൾക്കാരെ. ചോദിച്ചു, നീ ഇങ്ങനെ പറഞ്ഞോ? അയാൾ പേടിച്ചിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ നന്മ മാത്രം ഉദ്ദേശിച്ചത്. പ്രവാചകൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി കേൾക്കണം. നോക്ക്, എൻ്റെ തീരുമാനം നന്നായിട്ടോ, എനിക്ക് ആരാധനകൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ ഈ അങ്ങനെ ജീവിച്ചോ എന്നല്ല പറഞ്ഞേ. അയാളോട് പറഞ്ഞ എന്താ അറിയോ? നിന്നെക്കാളേറെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ ഞാനാണ്, നിന്നെക്കാളേറെ അള്ളാഹുവിനെ അറിയുന്നവൻ ഞാനാണ്, നിന്നെക്കാളേറെ അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ ഞാനാണ് എന്ന് റസൂൽ പറയണേ. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് കുട്ടികളുണ്ട്, ഞാൻ അവരെ നോക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ ആ മനുഷ്യനോട് പറഞ്ഞ വാക്കെന്താ നിങ്ങള്? ഞാൻ പഠിപ്പിച്ച മതത്തിൽ, ഞാൻ പഠിപ്പിച്ചതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവൻ എൻ്റെ മതത്തിൽപ്പെട്ടവനല്ല. വിവാഹം കഴിക്കാതെ ജീവിക്കാൻ തീരുമാനിച്ചയാള് പ്രവാചകൻ തിരുത്തിയ രൂപം എങ്ങനെയാണ് നോക്കൂ. പുരുഷന്മാരോട് ഇസ്ലാമിന്റെ കൽപ്പന, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. ചെറുപ്പക്കാരെ, ഒരു പെൺകുട്ടിയെ പോറ്റാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കണം. നമ്മുടെ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. നമ്മുടെ ആൺമക്കൾ ഒരു കുടുംബം പോറ്റാനുള്ള ത്രാണി എത്തിയാൽ അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. പെൺമക്കളുടെ രക്ഷിതാക്കളോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മതബോധമുള്ള സൽസ്വഭാവിയായ ചെറുപ്പക്കാർ നിങ്ങളുടെ മക്കളെ കല്യാണം അന്വേഷിച്ചു വന്നാൽ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ, ബാക്കി കേൾക്കണം, ഇല്ലെങ്കിൽ സമൂഹത്തിൽ വ്യാപകമായ കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെടും. ആ വാക്ക് ശ്രദ്ധിച്ചോക്കണേ. പ്രായപൂർത്തിയായ സമയത്ത്, അർഹമായ സമയത്ത് കല്യാണം കഴിച്ച് പുതിയ ഒരു കുടുംബത്തിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ വ്യാപകമായ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ അത് കാരണമാകുമെന്ന് അള്ളാന്റെ ഹബീബ് 1500 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പറഞ്ഞതിന്റെ ഫലം അനുഭവിക്കുന്ന കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ധാർമ്മികത എന്നത് എന്താണ് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു കാലം. ഏറ്റവുമേറെ ബാധിക്കുന്നത് പലപ്പോഴും നമ്മുടെ സമൂഹത്തെ തന്നെയാണ്. കാരണം കൃത്യമായ ഭരണഘടനയുള്ള, കൃത്യമായ സംവിധാനങ്ങളുള്ള, നിയമങ്ങളുള്ള ഒരു മതമാണ് നമ്മുടെ മതം. ആ മതത്തിന്റെ നിയമങ്ങളല്ലേ, ഒരു പോത്തും വണ്ടി കേടുന്നാലും ഒരു കാറ് കേടുന്നാലും ഒരേപോലെ ആവില്ല. പോത്തും വണ്ടി കേടുന്നാല് അതിന്റെ കേട് എത്രയാ നമുക്ക് അറിയാലോ. ഒരു കാറ് കേടുന്ന അങ്ങനെയല്ല, ഒരുപാട് കേടുണ്ടാവും. ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ നിർദ്ദേശമുള്ള ഒരു മതമാണ്. അതുകൊണ്ട് തന്നെ അത് കേട് വന്നാലേ, അതിനാരെങ്കിലും അതിൽ നിന്ന് അതിനെ കേടുവരുത്താൻ ശ്രമിച്ചാലേ അതിന്റെ അനന്തര ഫലങ്ങള്, പ്രത്യാഘാതങ്ങള് വളരെ വലുതേക്കാരം. ഞാൻ എൻ്റെ വീടിന്റെ അയൽപ്പക്കത്ത് ചില വീടുണ്ട്, കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്ന, കോളേജിലൊക്കെ പഠിക്കുന്നത്. അപ്പൊ അവിടെ
പെരുന്നാൾ ദിവസങ്ങളിൽ അവിടെയുള്ള കുട്ടികളുടെ കൂട്ടുകാരൊക്കെ പെരുന്നാളിന് ഇവരുടെ വീട്ടിലേക്ക് വരും. പ്രത്യേകിച്ച് കൂടുതൽ ഹൈന്ദവ സഹോദരിമാർ അങ്ങനത്തെ കുട്ടികളുണ്ടാവും, ക്രൈസ്തവരായ കുട്ടികളൊക്കെ ഉണ്ടാവും, പെൺകുട്ടികളുണ്ടാവും. അപ്പം ഈ ഹൈന്ദവരായ കുട്ടികൾ ഈ പെരുന്നാളിന് നമ്മുടെ കുട്ടികളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ ഞാൻ നോക്കാറുണ്ട്. നല്ല പൊട്ടൊക്കെ തൊട്ട്, നല്ല ചന്ദനക്കുരിയൊക്കെ ഇട്ടിട്ട്, നല്ല പൂവൊക്കെ ചൂടിയിട്ട്, നല്ല മനോഹരമായിട്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് നല്ല പ്രസന്നവദരായിട്ട് ആ കുട്ടികൾ നമ്മുടെ വീടുകളിൽ പെരുന്നാളിന് വരും. കഴിഞ്ഞ ഓണത്തിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ ഐഡന്റിറ്റിയിലല്ല പോകുന്നത്. അവര് വന്നപ്പോ അവരുടെ ഐഡന്റിറ്റിയിലാണ് വന്നേ. ആ കൂട്ടത്തിലെ ഒരൊറ്റ ഹൈന്ദവ സഹോദരിയും ഒരൊറ്റ ക്രൈസ്തവ സഹോദരിയും മുസ്ലിം വീട്ടിലേക്കല്ലേ, അവിടെ അവരെ പെരുന്നാളല്ലേ, അതുകൊണ്ട് ഞാൻ പർദ്ദട്ട് പോട്ടെ, ഞാൻ മക്കനിട്ട് പോട്ടെ എന്ന് ഒരു കുട്ടി തീരുമാനിച്ചില്ല. ഓരോ ഡ്രസ്സിലാണ് വന്നത്. പക്ഷെ നമ്മളെ കുട്ടികൾ അങ്ങനെയല്ല. സാരിയൊക്കെ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊക്കെ ഉണ്ട്, സാരിയൊക്കെ ചുറ്റിക്കാണ്ട് അതിൻ്റെ ബ്ലൗസൊക്കെ ഇങ്ങനെ കാണണം, പിന്നൊന്ന് കുത്തിയിട്ട് വെമ്മാൻ്റെ ബ്ലൗസാണ് കുത്തി 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 അവസാനം പിന്നോണ്ട് ഉണ്ടാക്കി ഇത്ര വലിപ്പമുണ്ട്, അതിനങ്ങോട്ട് ചിറ്റിയൊക്കെ ഉണ്ട് സാരിയൊക്കെ. എന്തേ ഓണല്ലേ, ഓലാഘോഷല്ലേ, അപ്പോൾ ഓലെപ്പോലെ ആവണ്ടേ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ. പക്ഷേ അവർക്ക് നമ്മളെക്കാൾ വകതിരിവുണ്ടായിട്ടോ, അവരായിട്ടാണ് വന്നേ. അതിലൊരു കുട്ടി പോലും മുസ്ലിം വീട്ടിലേക്കല്ലേ, അതുകൊണ്ട് പർദ്ദട്ട് പോവാം, മുസ്ലിം കുട്ടികളെ വീട്ടിലേക്കല്ലേ, നമുക്ക് മഫ്തട്ട് പോകാം, മക്കനിട്ട് പോകാം, പൊട്ട് തൊടാതെ പോകാമെന്ന് ഒരു കുട്ടി ആലോചിച്ചല്ലോ. അവരുടെ ഐഡന്റിറ്റിയിൽ വന്നപ്പോൾ ഇപ്പുറത്തെന്താ പറ്റിയത്? നമ്മൾ അമ്മാരും പാപ്പാരൊക്കെ 5 വക്ത് നിസ്കരിക്കണ അമ്മാരും പാപ്പാരും അല്ലേ. ഇന്നലെ കുട്ടികളെ സാരിയൊക്കെ ചിറ്റിങ്ങാണ്ട് മുല്ലുവപ്പൊക്കെ ചൂടി പറഞ്ഞയച്ച് അല്ലേ, വായ്പ വാങ്ങിയിട്ടും പൈസ കൊടുത്ത് പുതിയത് വാങ്ങിയിട്ടും അവനവൻ്റെ മക്കളെ കോളേജിക്കും സ്കൂൾക്കും യാത്രയാക്കിയത് ഈ ഉമ്മാരും പാപ്പാരും അല്ലേ. അള്ളാന്റെ ഹബീബ് പറഞ്ഞ വാക്കുകൾ മറന്നുവിടാം. ഒരു മതത്തിന്റെ ആചാരം ആരെങ്കിലും കടമെടുത്താൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന പ്രവാചകന്റെ വാക്ക് എവിടെയാണ് നമ്മൾ മറന്നുപോയത്? എൻ്റെ വിഷയം അതല്ലല്ലോ. ഞാൻ ചില കാഴ്ചകൾ കാണുമ്പോൾ നമുക്കതാണ് പറയാൻ പോകുന്നതാണ്. ഞാൻ എൻ്റെ വിഷയത്തേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ കുടുംബ ബന്ധം എന്ന സംവിധാനം അത് നമ്മൾക്കിഷ്ടമുണ്ടെങ്കിൽ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു ഏർപ്പാടല്ല. അത് നിലനിർത്തൽ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ഒരു ജീവിത സംവിധാനമാണ്. അത് തകർത്ത് കളഞ്ഞാൽ ഈ പരലോകത്തതിൻ്റെ ശിക്ഷ കഠിനമാണ്. മാത്രമല്ല ഈ ദുന്യാവില് അതിൻ്റെ അനന്തര ഫലങ്ങൾ ഏറെ ഭീകരമാണ്. അപ്പൊ ഇരിക്കുന്ന ആണുങ്ങളോടൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ പറയണ്ടേ, ചില ആണുങ്ങൾക്കൊക്കെ ഭാര്യമാരോട് പുച്ഛം, എത്താവോടെ കഥ, പ്രായം എത്രങ്ങാനും തോന്നിക്കാം, ഒറ്റ മുടി നിരക്കാൻ ബാക്കിയില്ല, എന്താ പോള അവസ്ഥ, അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. ഞാൻ ഓരോടൊക്കെ പറയലുണ്ട്, വല്ലാതെ പറയണ്ട, ഒന്നിങ്ങനെ ഇരിക്കണ ഇരിപ്പിൽ ഇങ്ങനെ ചുണ്ടൊക്കെ കൂടി ഉമിനീരൊക്കെ ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ അങ്ങോട്ട് വീണാലേ, ഇപ്പം ഏറ്റിക്കൊണ്ടുപോയിട്ട് ആശുപത്രി കൊണ്ടുപോയാലേ പരിശോധിച്ച ഡോക്ടർ എന്താ പറയാ, സ്ട്രോക്ക്. അങ്ങനെ കൂടി ഇങ്ങനെ കിടക്കും, തിന്നാൻ വയ്ക്കൂല, കുടിക്കാൻ വയ്ക്കൂല, പറയാൻ വയ്ക്കൂല, ഒക്കെ കൂടിയേക്കും അല്ലേ. ആ കടത്തങ്ങോട്ട് കടന്നാലേ ഒരു 4 ദിവസം കഴിഞ്ഞാലേ, 4 ദിവസമൊക്കെ കുറേ ആൾക്കാരുണ്ടാവും, ഒരു 4 ദിവസം കഴിഞ്ഞാലേ ഒന്ന് ചാരി ഇരുത്തണമെങ്കിൽ, ഭക്ഷണം ഒന്ന് വായിലേക്ക് തരണമെങ്കിൽ, ഭക്ഷണം കഴിച്ച മുഖമൊന്ന് തോത്തണമെങ്കിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ നരമ്പ് പടച്ച് കറുത്ത മെലിഞ്ഞ് മുടി നരച്ച് ഒരു ചൊറുക്കില്ലാത്ത ഐറ്റങ്ങൾ മാത്രം ഉണ്ടാകുക, വേറെ മനസ്സുണ്ടാവില്ല. കുട്ടികളൊക്കെ തിരക്കില്ല, ഓൽക്കാർക്കും നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ കഴിയില്ല. അവർക്ക് ജീവിതമുണ്ട്, അവർക്ക് ജോലിയുണ്ട്, അവർക്ക് തിരക്കുണ്ട്, അവരാ തിരക്കിന് പോയേ പറ്റൂ. അതുകൊണ്ട് കുടുംബത്തിലുള്ളവർ പരസ്പരമുള്ള സ്നേഹത്തോടെ ബഹുമാനത്തോടെ പരസ്പരം പരിഗണിച്ച് വില കൽപ്പിച്ച്, എപ്പോഴാണ് നമ്മുടെയൊക്കെ അഹങ്കാരങ്ങൾ ചോർന്നു പോകുമെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഇപ്പൊ നമ്മൾ ഉഷാറാ, അപ്പുറത്തെ ആൾക്കാർ ദേശം താന്നുകൊണ്ടാ. പക്ഷെ എത്ര പെട്ടെന്നാണ് നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തുന്നത് പറയാൻ പറ്റൂലേ. മിനിഞ്ഞാന്ന് ഒരു ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ഒരു കോപ്പി എനിക്കാർ അയച്ചത്. അതിൽ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. അസർ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി കൈ ഉയർത്താൻ നേരത്ത് ബാക്കിലൂടെ വന്ന ഒരാള് കയ്യിൽ പിടിച്ചത്രേ. അപ്പൊ അങ്ങനെ തിരിഞ്ഞു നോക്കി, ആരപ്പത് നെട്ടിപ്പോയി. ആ നാട്ടിലെ ഏറ്റവും പരിക്കനായ ആളാണ്. അങ്ങാടിയിൽ ഡെയിലി അയാൾ കച്ചറയാ. നാട്ടിൽ ഏത് പ്രശ്നമുണ്ടോ ഒരു ഭാഗത്ത് ഇയാളേക്കാരം. തല്ലാനും കൊല്ലാനും തെറി വിളിക്കാനും ഒരു മടിയില്ലാത്ത, ഒരാളെയും പേടിക്കാത്ത ഒരു പോക്കിരിയായ മനുഷ്യരാണ്.
അയാളാണ് ഉസ്താദിന്റെ കൈ ഇങ്ങനെ പിടിച്ചത്. ഉസ്താദ് ഇങ്ങനെ ഒരു പരിഭ്രമത്തോടെ ഇങ്ങനെ ബാക്കിൽ നോക്കി അടിച്ചാനാവോ. അയാള് പതറിക്കൊണ്ട് പറഞ്ഞത്രേ, ഉസ്താദെ പ്രാർത്ഥനയിൽ എന്നെയും കൂട്ടണം കേട്ടോ. ഇന്നലെ വൈകുന്നേരമാണ് റിസൾട്ട് വന്നത്. ശരീരത്തിന്റെ ഉള്ളിൽ ഏകദേശം എല്ലായിടത്തും പരന്നിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കീമോ പോലും ഒരു പക്ഷേ ഫലം ചെയ്യൂല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഇനി പടച്ചോന്റെ അടുത്ത കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചോളി എന്നാ പറഞ്ഞേ. ഉസ്താദെ പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങാടിയിൽ ഒരു മനുഷ്യനെ പേടിക്കാതെ ഉച്ചത്തിൽ തെറി വിളിച്ച ആ മനുഷ്യന്റെ വാക്കുകൾ പതറിയിട്ടുണ്ട്, കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. എത്ര പെട്ടെന്ന് അറിയങ്ങൾ, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇങ്ങനെ പോണ പോക്കിൽ കാറി കുറച്ച് നമ്മൾ വീട്ടിൽ പോയിട്ട് വാഷ് ബേസിലേക്ക് തുപ്പിയപ്പോൾ ഒരു ചെറിയ ചോരപ്പാട് പോലെ, ഒന്നുകൂടി തുപ്പിയപ്പോൾ ഒരു ലേശം കൂടി ചോരണ്ട്, കണ്ണൊക്കെ എന്തോ ആയതുപോലെ. ആരോടും പറഞ്ഞില്ല. അത് വല്ല പല്ലിനുണ്ടെന്നൊക്കെ വന്നേക്കാന്ന് വിചാരിച്ച് പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ വീണ്ടും ചോരയുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് പറഞ്ഞു, ഡോക്ടർക്ക് ഒന്ന് പോവല്ലേ. ഡോക്ടർ പറഞ്ഞു, ആ ആശുപത്രി നീ ആശുപത്രിക്ക് മാറി, അവിടുന്ന് ഈ ആശുപത്രിയിലേക്ക് മാറി. മൂന്നാമത്തെ ഡോക്ടർ പറഞ്ഞു, MVRന്ന് പോകണം, അല്ലെങ്കിൽ തലശ്ശേരി ഒന്ന് പോകണം. കഴിഞ്ഞില്ലേ? എല്ലാ അഹങ്കാരം, എല്ലാ പ്ലാനും, എല്ലാ അജണ്ടകളും അവസാനിച്ചില്ലേ? അത്രയേ ഉള്ളൂ. അത്തരമൊരു സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ താങ്ങാവാനും തണലാവാനും ചേർത്ത് നിർത്താനും കുടുംബത്തിന്റെ ചോരയൊഴുകുന്ന ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഇതാ പെൺകുട്ടികൾ, ആൺകുട്ടികൾ, അവർക്ക് ചിലപ്പോൾ തോന്നുവേ എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് ഇത്ര ഫ്രണ്ട്സ് ഉണ്ട്, ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇന്നെ നോക്കാൻ വേണ്ടി 10,000 ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ തോന്നും. ഒരാഴ്ച ശരിക്കും വയറ്റുന്നു പോയോക്കട്ടെ, ഒരാഴ്ച നിൽക്കാതെ ഇങ്ങോട്ട് വയറ്റുന്നു പോയോക്കട്ടെ, അപ്പം അറിയാം എത്ര ഫോളോവേഴ്സ് ഉണ്ട്. കടക്കുന്ന കട്ടിലിൻ്റെ തലക്കെ ഉമ്മ ഉണ്ടാവും. കഞ്ഞിയുടെ തൂക്കുപാത്രവുമായിട്ട് ആശുപത്രി വരാത്ത ഒരു ബാപ്പി ഉണ്ടാവും. മൂന്നാമത്തെ ഒരാളെ മഷിട്ട് നോക്കിയാൽ കാണൂല. വെറുതെ എന്തിനാ ഇല്ലാത്തത് പറഞ്ഞ് അഹങ്കരിക്കണേ അല്ലേ? അത്രയേ ഉള്ളൂ. ബന്ധങ്ങൾ, കുടുംബ ബന്ധം, അതൊരു അദൃശ്യമായ നൂല. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. സോറി കേട്ടോ, എൻ്റെ വിഷയമായിട്ട് കടക്കുന്നുണ്ട്. വലിയ വിഷയമാണ്, പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ഈ ക്യാമ്പയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ട് സംഘാടകർക്ക് തോന്നുന്നുണ്ടോ ഇയാൾ എതിലേക്കാണ് പോണേ? ചില വിഷയങ്ങൾ പറയുമ്പോൾ അങ്ങനെ പോവാം. അവരെന്താ വിഷയം എന്നറിയാം. പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞാണല്ലേ, കുടുംബ ബന്ധത്തിന്റെ ആദർശ നൂല്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പണ്ട് ഈ സുന്നത്ത് കല്യാണങ്ങളൊക്കെ ഇന്നത്തെ അത്ര ഈസി അല്ലാത്തൊരു കാലം ഉണ്ടായില്ലേ? ബാർബർമാർ നടത്തിയിരുന്നൊരു കാലം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഘട്ടം ഡോക്ടർമാർ നടത്തിയൊരു കാലം ഓർമ്മയുണ്ടോ? ഇതൊക്കെ കെട്ടിങ്ങാണ്ടൊക്കെ നൂലുമല കെട്ടി വെച്ച് ഇങ്ങനെ മിനായിലെ ടെന്റുകൾ പോലെ തുണിയിൽ ഇങ്ങനെ കെട്ടി തൂക്കി നെയ്യപ്പം നിന്ന് 15 ദിവസം കടന്നിരുന്നൊരു കാലൊക്കെ ഉണ്ടായി. അതൊക്കെ 80-കളിലെ 70-കളിലെ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ ഭാഗ്യമൊന്നും ഇപ്പം കുട്ടിയൊക്കെ. ഇപ്പം ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ് അവിടുന്ന് തന്നെ കമ്പി കൊണ്ട് കരിച്ച് പിറ്റേന്ന് സ്കൂളിൽ പോവുക, ഒരു ദിവസത്തെ ലീവ് അല്ലേ? അന്നത്തെ കാലത്ത് നമ്മുടെ പള്ളികളും മദ്രസകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഈ സുന്നത്ത് ക്യാമ്പുകൾ സംഘടിപ്പിക്കാറില്ലേ? ഓർമ്മയുണ്ടോ? ഉണ്ടാവും. അവൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു സുന്നത്ത് ക്യാമ്പ് സംഘടിപ്പിക്കാട്ടോ. ഞാനൊക്കെ എനിക്ക് തോന്നുന്നത് പിന്നെ പ്രീ ഡിഗ്രി കാലത്തേക്ക് ആ സമയത്താണ്. അപ്പോൾ 10-60ഓളം കുട്ടികളുണ്ട്. അപ്പോൾ 5-6 ഡോക്ടർമാരുണ്ട്. അപ്പോൾ ആ ഡോക്ടർമാരെ വിളിച്ച് നമ്മുടെ മദ്രസയിൽ ഇങ്ങനെ തുണി കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ മറകൾ കെട്ടിയിട്ട് അപ്പുറത്തപ്പുറത്ത് ഇങ്ങനെ കിടത്തിയിട്ടാണ് ഈ കുട്ടികളെ സുന്നത്ത് ചെയ്യുന്നത്. ഓരോ സുന്നത്തെയും ഒരപ്പുറത്ത് കൊണ്ടേ കിടത്തും. ഇങ്ങനെ ആകെ കരഞ്ഞു പിടിച്ച് വലിയ പ്രശ്നമാണ്, വലിയ സംഭവമാണ് കാണാൻ. അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തുമാണ് ഒരു ഡോക്ടറെ അടുത്തുള്ളത്. അവിടെ വരുന്ന കുട്ടികളെ ഓൻ കൈ രണ്ടും ബാക്കിലേക്ക് പിടിച്ചു കൊടുക്കും, ഞാൻ കാല് രണ്ടും ഇങ്ങനെ അമർത്തി പിടിക്കും, ഡോക്ടർ ബാക്കി കാര്യങ്ങൾ ചെയ്യും. കുട്ടി ഇങ്ങനെ അലറി വിളിച്ച് കരഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കുട്ടിൻ്റെ കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കുട്ടികളത് ഞങ്ങൾ തന്നെ ആ ഡോക്ടറെ അടുത്ത് 5 കുട്ടികളെടുത്ത് കഴിഞ്ഞ് 6ാമത്തെ കുട്ടിയെ കൊണ്ടുവന്ന് ഓം ഭയങ്കരമായി കരയുന്നുണ്ട്. എന്തായാലും ഞാൻ കാല് പിടിച്ച് എൻ്റെ സുഹൃത്ത് കൈ പിടിച്ച് ഡോക്ടർ ഇങ്ങനെ ആ കറ്റയൊക്കെ ലെവലാക്കി വരുന്ന സമയത്ത് ആ പിടിച്ച എൻ്റെ സുഹൃത്തുണ്ടല്ലോ, ആ സുഹൃത്ത് ഇങ്ങനെ അങ്ങനെ കുഴഞ്ഞങ്ങോട്ട് വീണ് ഡെസ്കിൻ്റെ ഉള്ളിലേക്ക്, ഡെസ്ക് മല കടത്തിക്കണേ, ആ ഡെസ്കിൻ്റെ അടിയിക്കാൻ വീണ്. ഉടനെ പിന്നെ ഡോക്ടർമാരൊക്കെ ഇല്ലോണ്ട് പേടിയില്ല. ഡോക്ടർ പറഞ്ഞു മുഖത്തിലേശം വെള്ളം കുളിച്ചു കൊടുത്തോളൂ. അങ്ങനെ വെള്ളം തളിച്ചപ്പോൾ ഇപ്പം പതുക്കെ എണീറ്റ് ആകെ വേർത്ത് കുളിച്ച് ക്ഷീണിച്ച് ആകെ പ്രശ്നമായി. അപ്പോൾ അവനെ മാറ്റിയിട്ട് പിന്നെ വേറൊരാളെ അവിടെ നിർത്തി. ഒരാൾ കഴിഞ്ഞപ്പോൾ ഓൻ തന്നെ തിരിച്ചു വന്നു, കുഴപ്പമില്ല ഞാൻ പിടിച്ചോളാം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, അതെന്താ 5-6 എണ്ണം പിടിച്ചിട്ടില്ലാത്ത പ്രശ്നം എന്താ എനിക്ക് അപ്പം ഉണ്ടായത്? അപ്പോൾ ഓൻ പറഞ്ഞേ, ആ കുട്ടിൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടിയായിരുന്നു. അതുവരെ കരഞ്ഞ കുട്ടികളുടെ കരച്ചിൽ അവന്റെ മനസ്സിൽ ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ തൻ്റെ ജ്യേഷ്ഠന്റെ കുട്ടി, അതൊരു ചോരയാണ്. ആ കുട്ടിയുടെ കരച്ചിൽ അവനെ തളർത്തി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
ICU ഒരു കുട്ടിയെ കൊണ്ട്, ഞങ്ങൾ പുറത്ത് കുറേ ആൾക്കാർ, ഒരു കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട് ഉള്ളുന്ന്. അപ്പോൾ ആര് ചോദിച്ചു ആരാണ് കരയുന്നത്? ഒരു അമ്മ അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഏത് കുട്ടിയാണ് അങ്ങനെ കരയുന്നത്, എന്താ അങ്ങനെ കരയുന്നത്, ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതാ അമ്മൻ്റെ പേരക്കുട്ടിയാണ് കരയുന്നത്. അതോടുകൂടി അവർ ബോധം കെട്ട് വീണുപോയി. അതങ്ങനെയാണ്. ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ അവിടെ അങ്ങാടിയിൽ ഒരാൾ വണ്ടി തെറ്റി മരിച്ചിട്ടുണ്ട്, ഒരു വാർത്ത. ആരാവോ ഒരാൾ, നമ്മളിങ്ങനെ അപകടത്തെക്കുറിച്ചും യാത്രക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞിടക്ക് പെട്ടെന്ന് ആരോ പറഞ്ഞു നിങ്ങളെ ജ്യേഷ്ഠൻ്റെ മോനാണ്. എന്താ സംഭവിക്കുക? അതുവരെ ഇരുന്ന് നമ്മളാവോ? അതുവരെ കേട്ട വാർത്തയാവോ? ആകപ്പാടെ മാറൂലേ? അതെ, കുടുംബ ബന്ധം എന്നത് നേർക്കുനേരെ കാണാൻ പറ്റാത്ത എന്നാൽ അദൃശ്യമായ ഒരു ചരട് കൊണ്ട് അള്ളാഹു ചേർത്ത് പിടിച്ച ഒരു കയറ. അത് പൊട്ടിക്കാൻ നോക്കരുത്. അത് പൊട്ടിച്ചാലുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ ഏറെ അപകടമാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും കഴിവും തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. എൻ്റെ വിഷയം, നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നവരാണ്. ആ കുടുംബത്തിനെ നന്നായി സ്നേഹിക്കുന്നവരാണ്. ആ കുടുംബത്തിലെ ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ സുഖങ്ങളെ ത്യജിച്ച് കളഞ്ഞവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആനയുടെ അടിയേറ്റ് മരിച്ച ആ വല്യമ്മ മുതൽ അല്ലേ, തൻ്റെ കുടുംബത്തിലൊരു പ്രയാസം ഉണ്ടാവാതാക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലികഴിക്കാൻ ഒരു മടിയുമില്ലാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ വിഷയം എന്താ അറിയാം, നമ്മൾ നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കുടുംബത്തിൽ ഏറ്റവും അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട സംഗതി എന്താണ്? നമ്മളെ കുടുംബത്തെ പോറ്റുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കണമെന്ന് ഞാനും നിങ്ങളും നിർബന്ധമായും വാശി പിടിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. അത് ഏതാണെന്ന് പറയുന്നത്? കുടുംബത്തിന് സ്വന്തമായിട്ട് വീടുണ്ടാവുക അതാണോ? കുടുംബത്തിലെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവുക അതാണോ? കുടുംബത്തിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവുക അതാണോ? നമ്മുടെ കുടുംബത്തിൽ നിർബന്ധമായി ഉണ്ടാവണമെന്ന് നമ്മൾ ഓരോരുത്തരും നിർബന്ധമായി വാശി പിടിക്കേണ്ട സംഗതി ഏതാണ്? ഞാൻ ആലോചിക്കാൻ സമയം തരും എന്നതിലേക്കറിയോ? അതാണ് സത്യത്തിൽ എൻ്റെ വിഷയം. എന്താണ്? തൗഹീദിന്റെ സരണിയിൽ കുടുംബത്തോടൊപ്പം പേരൊക്കെ കേൾക്കുമ്പോൾ ഏതോ നല്ല ഫാൻസി ഷോപ്പിന്റെ ഓർമ്മ വരൂലേ? അങ്ങനെയല്ല. നമ്മുടെ കുടുംബത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവേണ്ടതിന്റെ അനിവാര്യത, അതാണ് ആ വിഷയത്തിന്റെ യഥാർത്ഥ മർമ്മം. എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ആരൊക്കെയുണ്ടോ എൻ്റെ വീട്ടില് അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുന്നവരാവുകയും വേണം എന്നിടത്ത് എനിക്ക് ഏറ്റവും ഉറച്ച നിർബന്ധം ഉണ്ടാവണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത, അത് അംഗീകരിക്കാത്ത, അത് മനസ്സിലാവാത്ത, അത് ജീവിതത്തിൽ പകർത്താത്ത ഒരാൾ പോലും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവരുത് എന്നത് കുടുംബത്തെ സ്നേഹിക്കുന്ന എന്നെ സംബന്ധിച്ച് ഏറ്റവും നിർബന്ധമായ കാര്യമാവണം. എന്തുകൊണ്ട്? 5 കാരണങ്ങളാണ് ഞാനിങ്ങനെ എണ്ണി 20 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങളോട് സംസാരിക്കാൻ പോണേ. പ്രസംഗിക്കാൻ സമയമല്ല, പെട്ടെന്ന് പറഞ്ഞു പോവാം. ആ 5 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം, ഈ 5 കാരണങ്ങളാൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവരും അത് അംഗീകരിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരുമാകണം എന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം. നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിൻ്റെ ഒക്കെ മതവും മതവിദ്യാഭ്യാസവും നമ്മൾ ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ സങ്കടകരമായൊരു വാർത്ത കേട്ടത്. ഇപ്പോൾ നമുക്കൊന്ന് നിങ്ങൾ നല്ലൊരു കെട്ടിടം സംവിധാനം, നമ്മുടെ മദ്രസ, കേരളത്തിലെ 99% മദ്രസകളും ആഴ്ചയിൽ 6 ദിവസം പ്രവർത്തിക്കുന്ന മദ്രസകളാണ്. എൻ്റെ നാട്ടിലെ ചുങ്കത്തറ മണ്ഡലത്തില് 12 മദ്രസകളുണ്ട്. 100 കുട്ടികളുള്ള, 240 കുട്ടികളുള്ള, 50 കുട്ടികളുള്ള, 26 കുട്ടികളുള്ള, പല എണ്ണത്തിലുള്ള 12 മദ്രസകൾ എൻ്റെ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഈ 12 മദ്രസകളും ആഴ്ചയിൽ 6 ദിവസം, ഒരു ദിവസം 1.25 മണിക്കൂർ വെച്ച് അത് പ്രവർത്തിക്കുന്നു. അവിടെ ഒരു തടസ്സമില്ലല്ലോ.
എന്തേ നമ്മുടെ നാടുകളിലൊക്കെ മദ്രസകൾ വീക്കെൻഡിലേക്ക് മാത്രം ചുരുങ്ങാൻ കാരണം അത്ര മതിയെന്ന് നമ്മൾ തീരുമാനിച്ചോണ്ടല്ലേ? പഠിപ്പിക്കാൻ ആളില്ലായിട്ടോ, ഫീസ് കൊടുക്കാൻ ആളില്ലായിട്ടോ, മദ്രസയ്ക്ക് കെട്ടിടമില്ലായിട്ടോ അല്ലല്ലോ. നമുക്ക് ഇതിനേക്കാൾ പ്രധാനം മറ്റു ചിലതാണ് എന്ന നമ്മുടെ തീരുമാനങ്ങളല്ലേ നമ്മുടെ കുട്ടികളുടെ ഭാവി ആഴ്ചയിൽ 2 ദിവസത്തേക്ക് ചുരുട്ടിക്കെട്ടാൻ കാരണമായത്? നാളെ ഈ മക്കള് പടച്ചോന്റെ മുമ്പിൽ പറയുന്ന റബ്ബന അരിനല്ലതൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്, ഞങ്ങൾ ഈ നരകത്തിലേക്ക് പോകാനുള്ള പ്രധാന കാരണക്കാരുണ്ടല്ലോ, ഞങ്ങളെ വളർത്തിയെടുത്ത് തെറ്റ് കാണിച്ച ഞങ്ങളുടെ മാതാപിതാക്കളാണ്, ഓലയൊന്ന് കാണിച്ചു കൊണ്ട റബ്ബേ 2 ചവിട്ട് ചവിട്ടിയിട്ട് നരകത്തേക്ക് പോയിക്കോളാ എന്ന് മക്കൾ പറയുന്ന. അതുകൊണ്ട് മദ്രസകളുടെ കാര്യമൊക്കെ നമ്മളൊന്ന് പുനരാലോചിക്കണം. നമ്മൾ 2 ദിവസം കൊടുത്താലും ഈ മൊബൈലുകളിലൂടെ, ഈ വേണ്ടാത്തരങ്ങളിലൂടെ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് നിരീശ്വരവാദങ്ങളും ദൈവനിഷേധങ്ങളും മതനിഷേധങ്ങളും എമ്പടും കയറി വരുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ഈ മതവിദ്യാഭ്യാസമല്ലാതെ എന്താ നമ്മുടെ കുട്ടികളെ കൈവശമുള്ളത്? അതുകൊണ്ട് ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും തൗഹീദിന്റെ സരണിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലാവണം? ഒന്ന്, നമ്മളൊക്കെ ഇപ്പൊ നമ്മള് ഒരു വീട്ടിൽ പോയി നമുക്ക് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടുമ്പോൾ നമ്മൾ ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആദ്യം നമ്മൾ ആരെപ്പറ്റി ആലോചിക്കുക? ഞാൻ ആലോചിക്കല് എൻ്റെ വീട്ടുകാരാണ്. ഈ ഭക്ഷണമൊക്കെ കഴിക്കാൻ എന്നെക്കാളും താല്പര്യമല്ലേ എൻ്റെ കുട്ടികൾ വീട്ടിലുണ്ടല്ലോ, ഓർക്ക് ഇപ്പം എന്താന്ന് ഉണ്ടാവുക? ചോറുണ്ടോ? ചോറുണ്ടാവും. എന്തേക്കാരപ്പൊ കറി? എനിക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര ഭക്ഷണം ഭയങ്കരമാണ്. എൻ്റെ മക്കളാവട്ടെ ചിലപ്പോൾ വെറും ചോറും ഒരു കറിയും തിന്ന് ചിലപ്പോ പാതി തിന്ന് എണീറ്റ് പോയിട്ടുണ്ടാവും. അതിൻ്റെ മനസ്സിലെ ഒരു നൊമ്പലാണ്. എല്ലാവരും അങ്ങനെ തന്നെ. നമ്മുടെ ആയിഷ ബീവിന്റെ അടുത്ത് പണ്ട് ഒരു സ്ത്രീ വന്ന് ഒക്കത്തെ കുട്ടിയുണ്ട്, വിശക്കുന്നുണ്ട് പറഞ്ഞു. ആയിഷ ബീവി ഇങ്ങനെ തെരഞ്ഞിട്ട് കിട്ടിയ എന്താ നിങ്ങള് ഒരു കാരക്ക. ആ കാരക്ക സ്ത്രീ കൊടുത്തപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തറിയോ? ആ കാരക്ക പാതി ചീന്തിയിട്ട് ആ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്ത് ബാക്കി പാതിണ്ടല്ലോ ആ സ്ത്രീയുടെ കോന്തലയിൽ വെച്ച് കെട്ടി അടുത്ത നേരം വിശക്കുമ്പോ കുട്ടിക്ക് കൊടുക്കാൻ. അവർക്ക് വിശക്കാനിട്ടല്ല, കുട്ടിയുടെ വിശപ്പാ വലുത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ മുഖം തെളിയാൻ, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സന്തോഷങ്ങളെ കളഞ്ഞവരാണ് നമ്മളൊക്കെ. ആ മനഃശാസ്ത്രത്തോടു കൂടി തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ലോകത്ത് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സംഗതി എന്താണെന്ന് അറിയോ? ഈ ലോകത്ത് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ഏതാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ച്, അള്ളാഹുവേ എനിക്ക് നീ ഒരു വാചകം പഠിപ്പിച്ചു തരണം. എന്തിനാണത്? നിന്നോട് പ്രാർത്ഥിക്കാനും നിന്നെ ഓർമ്മിക്കാനും പറ്റുന്ന ഒരു വാചകം എനിക്ക് പഠിപ്പിച്ചു തരണം. മൂസാ നബി ചോദിക്കുക അള്ളാഹിനോട്. അപ്പോ അള്ളാഹു പറഞ്ഞു, മൂസേ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം മതി നിന്റെ ഈ 2 ആവശ്യങ്ങൾക്കും. അപ്പൊ മൂസ പറഞ്ഞു, പഠിച്ചോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാത്ത അതെല്ലാവരും പറയുന്നതാണല്ലോ, അവരൊന്നും പറയാത്ത എനിക്ക് മാത്രം പ്രത്യേകമായ ഒരു വാചകം. അപ്പൊ അള്ളാഹ് അപ്പോഴും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി മൂസേ. അപ്പോഴും മൂസ നബി പറഞ്ഞു, അല്ലാഹുവേ സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നീ അല്ലാത്ത ഒരു ആരാധനയില്ല, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പുതിയ, ഞാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് എനിക്ക് വേണ്ടത്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, മൂസേ നമുക്കൊരു കാര്യം കേൾക്കണം. എന്താ പറഞ്ഞത്? ഒരു ഹദീസാട്ടോ. എന്താ പറഞ്ഞ? മൂസേ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാല് ഈ കണ്ണത്താ ദൂരം പടർന്നു കിടക്കുന്ന ആകാശങ്ങൾ, അതിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഭൂമി, പർവ്വതം, സമുദ്രം ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം മുഴുവനും ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ച് മറുതട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച് അതിങ്ങനെ തൂക്കിയാലേ ഭാരം തൂങ്ങുക ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച തട്ടായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെക്കാൾ ഭാരം തൂങ്ങുക. അത്രയും ഭാരമുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്. അത് പോരെ നിനക്ക്. മൂസാ നബിക്ക് മനസ്സിലായി. ഇനി ഞാൻ ഈ പറഞ്ഞ ഈ ഹദീസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രവാചകന്റെ വേറെ ഹദീസ് കൂടി ഞാൻ പറയാം.
ഇപ്പൊ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ഉള്ള സ്വത്ത് ഇവിടെ എത്ര ആൾ കൂടിയിട്ടുണ്ട്? നമ്മുടെ കയ്യിലൊക്കെ ഉള്ള സ്വത്ത് ഒന്നിച്ചൊരു സ്ഥലത്ത് കൂട്ടിയാൽ അത് എത്ര കോടി ഉണ്ടാവും? കുറെ കോടി ഉണ്ടാവില്ലേ? അത്യാവശ്യം എല്ലാവരും ക്യാഷ് ഇല്ലായതുകൊണ്ടേ ഇപ്പൊ അവനാന്റെ സ്വത്ത് 10 സെന്റ് ഒരു പേരെയും പിന്നെ അവനാന്റെ പെണ്ണുങ്ങളെ വീട്ടിലെ കയ്യുമുള്ള മോതിരൊക്കെ എത്രയപ്പോ സ്വർണത്തിന്റെ ഒക്കെ വില അല്ലേ? ഇപ്പൊ ഞങ്ങൾ ഈ ആണുങ്ങളെടുത്തുള്ള സ്വത്തൊക്കെ ഇവിടെ ഊരി വെച്ച് പെണ്ണുങ്ങളെടുത്തുള്ള സ്വത്തൊക്കെ അവിടെ ഊരി വെച്ചുകൊണ്ട് അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വില ഇട്ടാലേ ഒരു അമേരിക്കയും ഉഗാണ്ടി നമ്മളെ വ്യത്യാസം ഉണ്ടാവും. നമ്മളൊക്കെ സാധുക്കളാ, ഈ പല്ലും ചെറി മാത്രമേ ഉള്ളൂ, പൈസക്ക് പോലെത്താം. അങ്ങനെ എല്ലാവരും സ്വത്തുപാടെ ഇവിടെ ഒരുമിച്ച് കൂട്ടി. നമ്മളത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലെ ടാറ്റ, ബിർള, ലാലാജി, അംബാനി, അദാനി അത് മാത്രമല്ല, ലോകത്തിലെ സുക്കർബർഗ് മുതൽ ആമസോൺ മുതലാളി മുതൽ ലോകത്തിലെ 800 കോടി മനുഷ്യന്മാരെ കയ്യിലുള്ള സകല സ്വത്തും അത് കൂടെ കൂട്ടി വെച്ചിട്ട് അതൊക്കെ പാടെ കെട്ടി ചാക്കിലാക്കിയിട്ട് നമ്മൾ പോവുകയാണ് പരലോകത്തേക്ക്. എന്തിനാ പോകണ അറിയോ? സ്വർഗത്തിൽ കുറച്ച് സ്ഥലം കിട്ടണം. ഇവിടെ പയ്യോലങ്ങാടിയിൽ ഒരു സെറ്റ് സ്ഥലം കിട്ടാൻ എത്ര കൊടുക്കേണ്ടി വരും? നമ്മൾ സ്വർഗത്തിലെ സ്ഥലം വാങ്ങാൻ പോവുക. പൈസത്തിലുള്ള ഈ ദുന്യാവിലുള്ള എല്ലാ ബാങ്കിലുള്ള എല്ലാ മനുഷ്യന്മാരുടെ കയ്യിലുള്ള എല്ലാ ഡെപ്പോസിറ്റും എല്ലാം പാടെ കൂട്ടിയാ പോണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ആ സ്വത്തും കൊണ്ട് സ്വർഗത്തിലേക്ക് വേണ്ടി സ്വർഗത്തിൽ ഭൂമി വാങ്ങാൻ ചെന്നാൽ റസൂൽ പറയണേ, ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം അത് വാങ്ങാൻ ആ പണം തികയില്ല. നിങ്ങൾ ചാട്ടവാറ് കണ്ടുക്കണം? എത്ര ഒരു ചാട്ടവാറ്? ഇത്ര വലിപ്പമുള്ളൊരു വടി അല്ലേ? ആ വടിന്റെ തലക്കൊരു കയറ്. ആ ചാട്ടവാറ് ചാരി വെക്കാനേ ഒരു വിരലിന്റെ വലിപ്പം മതി. ആ ഒരു വിരലിന്റെ അത്രയും സ്പേസ് സ്വർഗത്തിൽ കിട്ടാൻ ഈ ദുന്യാവിലെ സകല സ്വത്തും മതിയാവൂല. ഇനി ബാക്കി കേൾക്കി. റസൂൽ പറയാണ്, ആരെങ്കിലും ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുകയും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാവാതെ അവൻ ജീവിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, ഓന് സ്വർഗ്ഗമുണ്ട്, അനന്തമായ സ്വർഗം, കണ്ണെത്താ ദൂരമുള്ള സ്വർഗം ഓന് കിട്ടും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ഈ ലോകത്തിലെ സ്വത്ത് മുഴുവനും വാരിക്കെട്ടി ചെന്നാലും സ്വർഗത്തില് ഒരു വിരലിന്റെ സ്ഥലം പോലും വാങ്ങാൻ തികയില്ല. എന്നിരിക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ അവൻ സ്വർഗാവകാശിയാണ് എന്ന് പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ വലിപ്പം എത്രയാ? നിങ്ങൾ പറയാം. നമ്മളെ കുടുംബത്തിലെ ഓരോരുത്തരും കോടീശ്വരന്മാരാവണ്ടേ? എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ പേരക്കുട്ടി, എൻ്റെ മരുവൻ, എൻ്റെ വാപ്പ, എൻ്റെ അമ്മ, ഞാൻ ആരെയാണ് ഇവിടെ മിസ്കീനായിട്ട് വിട്ടുപോകേണ്ടത്? ഇവരെയൊക്കെ എനിക്ക് കോടീശ്വരന്മാരാക്കിക്കൂടെ? ഈ ഇരിക്കുന്ന നിങ്ങളെ ഒക്കെ കോടീശ്വരന്മാരാക്കിക്കൂടെ? എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുക, അത് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ഒരാൾ ജീവിച്ചാൽ പിന്നെ അവൻ ഈ ഭൂമിയിലെ കോടീശ്വരനാ. കാരണം സ്വർഗം അവനുള്ളതാണ്. ഏതൊരു മനുഷ്യൻ ഈ ലോകത്തോട് യാത്ര ചോദിക്കുമ്പോൾ അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, ഓൻ സ്വർഗത്തിൽ പോയി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ചെറിയ മീനല്ല, വലിയ സംഗതിയാണ്. അത് ചെറുതല്ല. ഈ ലോകത്ത് നമ്മൾ ഏത് സ്വത്ത് വെട്ടിപ്പിടിക്കാൻ അധ്വാനിക്കുന്നുണ്ടോ ആ സ്വത്തിനേക്കാൾ കോടിക്കണക്കിന് ഇരട്ടി മേലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ഇത്തിരി നിർബന്ധം പിടിച്ചാലും നഷ്ടാവില്ല. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത ആൾക്കാർ. നല്ലോനാ, ആദർശപരമായിട്ട് അപ്പുറത്താണെങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ നല്ലോനാ. ആ നന്മ കൊണ്ട് എന്താ കാര്യം? ആ നന്മ ഓനെ എവിടെ എത്തിക്കുക? ആ നന്മ കൊണ്ട് എന്ത് ഗുണ കിട്ടുക? എന്തേലും മെച്ചം കിട്ടുമോ? അല്ലേ? മാത്രല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തവര് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ അവരുടെ നിർഭാഗ്യാവസ്ഥ എത്ര വലുതാകരങ്ങൾ. ഈ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അബൂ താലിബ്, പ്രവാചകന് വേണ്ടി ജീവിച്ച അബൂ താലിബ്, ശത്രുക്കളുടെ മർദ്ദനങ്ങള് പ്രവാചകന്റെ നേരെ വന്നപ്പോ പ്രതിരോധത്തിന്റെ പർവ്വതമായി പ്രവാചകനെ സംരക്ഷിച്ച അബൂ താലിബ്. ഈ അബൂ താലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതെയാണ് മരിച്ചത്. അങ്ങനെ അബൂ താലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതെ മരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സങ്കടമായി. റസൂല് ആത്മകഥം എന്നോണം ഒരു പ്രഖ്യാപനം നടത്തി. എന്താ പ്രഖ്യാപനം? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും, പാപമോചനത്തിന് വേണ്ടി, നിങ്ങളുടെ പാപം പൊറുക്കാൻ വേണ്ടി ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. അള്ളാഹു എന്നെ വിലക്കുന്നത് വരെ, അങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കുന്ന പറഞ്ഞേ. പക്ഷേ പ്രവാചകൻ ആ വാക്ക് പറഞ്ഞപ്പോഴേക്ക് അള്ളാഹുവിന്റെ ആയത്തിറങ്ങി ഖുർആനിൽ. എന്താ നിങ്ങള് പ്രവാചകന്മാരാവട്ടെ, അല്ല ഇനി മറ്റു സത്യവിശ്വാസികളാവട്ടെ, അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും
ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായി ജീവിച്ചവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. പച്ചക്കള്ള പറഞ്ഞ് എന്റെ വാപ്പ ജീവിച്ചത് ശിർക്കിലാണ്, ആ ശിർക്കിലാണ് എന്റെ വാപ്പ മരിച്ചതെങ്കിലേ പടച്ചോനെ എന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്നത് ഹറാമാണ്. എനിക്ക് പറയാൻ പാടില്ല. കാരണം എന്താണ്? ശിർക്കിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി ജീവിച്ചവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. അത്ര ഗുരുതരമാണ് ആ വിഷയം. അപ്പൊ ഒന്ന്, നമ്മുടെ വീട്ടിൽ ഒരാൾ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ ദരിദ്രനാവരുത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കുട്ടികളുടെ വിഷയത്തിലാണ്. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ച എവിടുന്നാരങ്ങള്? പ്രസംഗം, ഖണ്ഡന പ്രസംഗം, കുത്തുബ, വാദപ്രതിവാദം, അവിടുന്നൊക്കെ അല്ലേ പഠിച്ച്. ഈ തലമുറച്ച ആൾക്കാരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചത് പണ്ഡിതന്മാരുടെ നാവുന്ന. നമ്മളൊരു 18 വയസ്സിന്റെ അല്ലെങ്കിൽ 20 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ എവിടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക? എന്നൊക്കറിയോ? എവിടുന്ന പഠിക്കുക? ഒരു പ്രസംഗത്തിന് വരലില്ല, ഒരു ഖണ്ഡന പ്രസംഗം കേൾക്കലില്ല, ഒരു സംവാദങ്ങൾക്ക് വരാറില്ല, അവർ ലേഖനങ്ങൾ വായിക്കാറില്ല, അവർ ഖുർആൻ പരിഭാഷകൾ വായിക്കാറില്ല, അവർ വെള്ളിയാഴ്ച ഖുതുബകൾക്ക് പോലും വളരെ അപൂർവമായിട്ട് മാത്രം വരുന്നു. പിന്നെ ഈ കുട്ടികൾ എവിടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക? ആകെയുള്ളത് മദ്രസയിൽ പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിലെ വിശ്വാസ പാഠം എന്ന 35 പേജുള്ള പുസ്തകത്തിൽ ഒരു പാഠമുണ്ട്. പാഠം 3 തൗഹീദ്. തൗഹീദ് എന്നാൽ ഏകവിശ്വാസം. 1.5 പേജിന്റെ പാഠം. ആ പാഠത്തുനിന്ന് ഒരാകെ തൗഹീദ് പഠിക്കുന്നത്. മറുഭാഗത്ത് ശിർക്കിന്റെ കനത്ത പ്രചാരണം. റസൂലുള്ളാഹിന്റെ മുടി ഇങ്ങനെ വളർന്ന് വലുതാകാണ്, പൊടി പാറി വലുതാകാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ കറാമത്ത് ഈ കറാമത്ത്, വിമാനം താങ്ങി, കപ്പൽ മുങ്ങി, ഭൂമി കുലുക്കി, എന്തൊക്കെ കഥകളറികൾ. ഇതൊക്കെ കേൾക്കുന്ന കുട്ടികൾക്കിടയിൽ നമ്മുടെ കുട്ടി അതിന് വിപരീതമായി തൗഹീദിന് നിൽക്കണമെങ്കിൽ അവന് എവിടുന്ന കൂട്ടരെ തൗഹീദ് കിട്ടുന്നത്? ഓനെ എവിടുന്ന തൗഹീദ് കിട്ടുന്നത്? ലക്കും ദീനുക്കും വലിയ ദീൻ. അത് ഇസ്ലാമിലെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ജീവിക്കുക, ഞാൻ എൻ്റെ മതത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ജീവിച്ചു കൊള്ളാം എന്നത് ഇസ്ലാമിന്റെ ബേസാ. അതറിയുന്ന ഒരു മനുഷ്യൻ എങ്ങനെ മറ്റൊരു മതത്തിന്റെ ആഘോഷങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും പോകും? അത് പോകുന്നുണ്ടെങ്കിൽ അറിയാത്തത് കൊണ്ട് പോകല്ലേ. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ചാടി 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 തിമിർക്കുമ്പോ പാവം തോന്നും, റബ്ബേ ഈ കുട്ടികളൊന്നും അറിയുന്നില്ലല്ലോ. അല്ലേ? അവരറിയുന്നില്ല, നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മുടെ കുട്ടികളൊക്കെ കൈമ ചരടും കെട്ടി അവർ തുള്ളിച്ചാടുന്നുണ്ടെങ്കിലേ അതിന്റെ ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ്. പഠിപ്പിച്ചിട്ടില്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല. ആരാണ് ഈ കുട്ടിയൊക്കെ തൗഹീദ് പറഞ്ഞു കൊടുക്കുക? പ്രവാചകന്മാരെ ലോകത്തിലേക്ക് അള്ളാഹു അയച്ചത്, എല്ലാ പ്രവാചകന്മാരെയും അയച്ചത്, ആ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ 90% ചെലവഴിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാ. ആരാണ് ഈ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക? അല്ലേ? അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതായാൽ ആ ആള് ഈ ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ, നിസ്സഹായനായ, ഏറ്റവും സാധു മനുഷ്യനാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവണം എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം ഞാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ സമ്പന്നരാവട്ടെ, സ്വർഗം വാങ്ങാൻ മാത്രം സമ്പന്നരാവട്ടെ, അതിനെല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവണം. 2, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് ആ മനുഷ്യനെ നന്നാക്കും. ഇപ്പൊ ഈ നോക്കിങ്ങൾ ഈ അസ്ർ നിസ്കാര സമയം 4:45 സമയം 5:45 മണിക്ക് ഈ ഒരു പണിയില്ലാത്ത ആൾക്കാരല്ലോ, 100 പണിയുള്ള ആൾക്കാരാ. നോക്കി സ്ത്രീകളൊക്കെ എത്ര ഉഷാറായി ഇരിക്കണേ, നല്ല മഫ്തക്കെട്ട് പർദ്ദക്കെട്ട് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് എന്നൊക്കെ അറിയോ? ഈ ഇരുത്തം ഇരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നൊക്കെ അറിയോ? ഞാൻ പറയട്ടെ, നമ്മുടെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളത് കൊണ്ടല്ലേ. നമ്മുടെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ ചുറ്റുഭാഗത്തുണ്ട്. വീടാന്തരം കയറി എത്ര ആളെ വിളിച്ച് അതിൽ എത്ര ആള് വന്ന് എത്ര ആള് വന്നില്ല. എന്തേ വരാത്തോല് വരാഞ്ഞ്? എന്തുകൊണ്ടാ വന്നോല് വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളതുകൊണ്ടല്ലേ. നമ്മൾ നിസ്കരിക്കാൻ ജമാഅത്തിലെത്തുന്നു, സുബൈക്കെത്തുന്നു, ജുമാക്കെത്തുന്നു, പള്ളി പോകുന്നു, നമ്മൾ കള്ളു കുടിക്കുന്നില്ല, നമ്മൾ പലിശ വാങ്ങുന്നില്ല, നമ്മൾ തോന്നിയാസത്തിന് പോകുന്നില്ല. എന്തേ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളിലുള്ളതുകൊണ്ടല്ലേ. ലോകത്തിലെ മനുഷ്യനെ നന്നാക്കാൻ അള്ളാഹു പ്രവാചകന്മാരുടെ കൈവശം കൊടുത്തയച്ച ഏറ്റവും ഫലപ്രദമായ മരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആ പ്രവാചക ശൃംഖലയിലെ മുഴുവൻ പ്രവാചകന്മാരും ഏതേത് കാലഘട്ടങ്ങളിലാവട്ടെ, ഏതേത് സമൂഹങ്ങളാവട്ടെ, അവരുടെ തെറ്റുകൾ ഏതാവട്ടെ, അവരെ ആ പ്രവാചകന്മാർ സംസ്കരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചിട്ടാ. നമ്മളൊക്കെ നന്നായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിട്ടാ, അത് മനസ്സിലാക്കിയിട്ടാ, അതിന്റെ ആശയം അറിഞ്ഞിട്ടാ. അതിന്റെ ഫലമാണ് നമ്മുടെ നന്നാവൽ. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളോ കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും, ഉസ്താദേ എൻ്റെ മോൻ ഇങ്ങനെയൊക്കെയാണ്, ഭയങ്കര ദേഷ്യമാണ്, അല്ലെങ്കിൽ എൻ്റെ മോൾ ഇങ്ങനെയാണ്, ഭയങ്കര ദേഷ്യമാണ്, കണ്ടൂടാ, ഒരു പണി എടുക്കൂല, എല്ലാവരോടും ദേഷ്യപ്പെടുകയാണ്, തട്ടിക്കയറുകയാണ്, എന്താ ഉസ്താദേ നിങ്ങളൊരു കൗൺസിലിങ്ങിന് ഞാൻ എൻ്റെ കുട്ടിയെ കൊണ്ടുവരട്ടെ. കൗൺസിലിംഗ് ഒന്നും പരിഹാരമല്ല കേട്ടോ. പരിഹാരം എന്താ? നിങ്ങൾ മക്കൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു വെച്ചു, അതിന്റെ അർത്ഥവും ആശയവും അറിയട്ടെ, എന്താണ് അതിന്റെ പൊരുളറിയട്ടെ. ആരാണ് അള്ളാഹു, ആരാണ് നമ്മൾ, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്, നമ്മുടെ ജീവിതം എന്തിനാണ്, എന്താണ് പരലോകം, എന്താണ് സ്വർഗ നരകങ്ങൾ, അവരറിയട്ടെ, പഠിക്കട്ടെ. അപ്പോഴവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുന്നവരും അല്ലാത്തവരും ഞങ്ങളുടെ സ്ഥാപനം, ഞാൻ ചുങ്കത്തറ നജാത്തുൽ അനാം എന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു എളിയ നടത്തിപ്പുകാരനാണ്. നിങ്ങളൊക്കെ പല ആളുകളും ആ സ്ഥാപനത്തെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാറുണ്ട്. ഈ പ്രദേശത്തൊക്കെ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ 15,000 രൂപ വേണം. അത്ര കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപന, അനാഥരും അഗതികളൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലൊക്കെ സഹായിക്കാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് വിളിച്ചോളണ്ടിട്ടോ. അത് കാര്യം ഞാൻ വേറെ കാര്യം പറയാം. ഞങ്ങൾ അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി ഈ അറബി കോളേജിന്റെ അഫ്ദൽ ഉലമ എന്ന കോഴ്സിന്റെ ഒരു പ്രിലിമിനറി കോഴ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലേ, 2 വർഷത്തെ പ്രിലിമിനറി കോഴ്സ്. ഈ കോഴ്സ് അത് അറബിയുമായി ബന്ധപ്പെട്ട, ദീനുമായി ബന്ധപ്പെട്ട കോഴ്സാണ്. ഈ കോഴ്സ് ഞങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞ പുതിയ കുട്ടികൾ അഫ്ദൽ ഉലമ കോഴ്സിനും പ്രിലിമിനറിക്കും ചേരാൻ മടി കാണിച്ചു. മിക്ക കുട്ടികൾക്കും വേണ്ടത് +1 ആണ്. അപ്പോൾ പ്രിലിമിനറി പഠിക്കാൻ കുട്ടികളില്ലാതെ, അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, +1 കൂടി തുടങ്ങാൻ തീരുമാനിച്ചു. +1 ഉണ്ട്, പ്രിലിമിനറി ഉണ്ട്, രണ്ടും ഉണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് തന്നെ കുട്ടികൾ ഞങ്ങൾ ചോദിക്കും, ഏതിനാ ചേരേണ്ടത്, +1-നാണോ പ്രിലിമിനറിക്കാണോ? ചില കുട്ടികൾ പറയും +1-ന്, ചില കുട്ടികൾ പറയും എനിക്ക് അറബി ഇഷ്ടമാണ്, ഞാൻ പ്രിലിമിനറി പഠിച്ചോളാം. ഒരേ വീട്ടിൽ നിന്ന് ഒരേ ക്ലാസ്സിൽ ഒരേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച കുട്ടികൾ, ഒരാൾ പ്രിലിക്കും ഒരാൾ +1-നും ചേർന്നു. അങ്ങനെ കൊല്ലാവസാനായി 2 വർഷം കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേ അത്ഭുതം താരങ്ങൾ, പ്രിലിമിനറി പഠിച്ച കുട്ടികൾ +2 പഠിച്ച കുട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തരായിക്കാരം. പെരുമാറ്റം കൊണ്ട്, വിനയം കൊണ്ട്. ഇവ പഠിച്ചത് 2 കൂട്ടരും ഒരു ക്ലാസ്, ഒരു സ്ഥാപനത്തിലാണ് പഠിപ്പിച്ചത്, ഒരേ അധ്യാപകരാ, ഒരേ സമയമാണ്, ഒരേ സ്ഥാപനമാണ്. പക്ഷേ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പഠിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റേ വിഭാഗം പഠിച്ചത് ഹിസ്റ്ററിയോ കൊമേഴ്സോ ആണ്. എന്തൊരു മാറ്റാറുണ്ടാവുകൾ. ഈ സെൻഡ് ഓഫ് ഒക്കെ വരുമ്പോഴേ 2 കൂട്ടരും സെൻഡ് ഓഫ് അടുത്തടുത്ത ദിവസം വരുമ്പോൾ പ്രിലിമിനറിക്കാരുടെ സെൻഡ് ഓഫ് ഉണ്ടല്ലോ, ഒതുങ്ങിയ സെൻഡ് ഓഫ് കാരം. +2-ന്റെ സെൻഡ് ഓഫ് ഉണ്ടല്ലോ, അതൊരു സെൻഡ് ഓഫ് കാരം. അപ്പൊ ഞങ്ങൾ പലപ്പോഴും ആലോചിക്കും, തൊട്ടടുത്ത ക്ലാസ് റൂമിൽ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരേ അധ്യാപകർ പഠിപ്പിച്ചിട്ട് എന്തുകൊണ്ടാ ഈ 2 ക്ലാസ്സിലെ കുട്ടികൾ ഇത്ര വ്യത്യസ്തമാകുന്നത്? അപ്പൊ മനസ്സിലാവും ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ മാറ്റം എവിടെയാണ്, അതിന്റെ വില എവിടെയാണ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ മനുഷ്യൻ നന്നാവും. അപ്പൊ നമ്മുടെ വീട്ടിലൊരു നന്നാവണം. നന്നാവാനുള്ള മാർഗം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിപ്പിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടാവുക. അതന്നെ ഞാൻ ചുരുക്കട്ടോ. 3-ാമത്തെ അതിന്റെ സമയം കഴിഞ്ഞില്ലേ, 5 മിനിറ്റ്. 3-ാമത്തെ എന്താ പറയുന്നത്? 3-ാമത്തേത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറെ തെറ്റുകളൊക്കെ സംഭവിക്കുന്നില്ലേ? നമുക്ക് പേടിയില്ലേ നമ്മുടെ തെറ്റുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ? പഠിച്ചോനെ, ഞാൻ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചാലും, ഇനി ചെയ്യൂലെന്ന് വിചാരിച്ചാലും, ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാലും, എന്താ ഞാനിങ്ങനെ ആവർത്തിക്കണേ? ചിലപ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു സങ്കടമൊക്കെ തോന്നാറില്ലേ? ഞാൻ എന്തങ്ങനെ, ബാക്കിയുള്ളവരൊക്കെ സുഖമായിട്ട് നല്ലത് ചെയ്ത് ജീവിക്കുമ്പോൾ ഞാൻ മാത്രം അങ്ങനെ വൃത്തികേടായിട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെ പറ്റി തോന്നാറില്ലേ? ഉണ്ട്. നമ്മൾ നമ്മളെ പറ്റി നിരാശനാവാറില്ലേ? എന്റെ കാര്യം എന്തായാലും കഷ്ടാണെന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ സ്വയം തോന്നാറില്ലേ? എന്നാ കേട്ടോളി, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ പിന്നീട് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ ഉണ്ടല്ലോ, ആ തെറ്റുകൾ അവന്റെ സ്വർഗത്തെ തടയൂലാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട്
ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് എന്ന് വിചാരിക്കുക. ശിർക്കിന്റെ ഒരു തരില്ല. എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെന്ന് ഉറപ്പിക്കുക. ഉദാഹരണം പറയട്ടോ, അങ്ങനെ സങ്കല്പിക്കും. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും സ്വർഗത്തിലെത്തും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ജീവിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, ഓൻ സ്വർഗത്തിലെത്തും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന സംശയം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാർ കുറെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഓ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുജാഹിദ് പള്ളിയിൽ മെമ്പറാണ്, കമ്മിറ്റിക്കാണ്, എന്നിട്ട് ഓന്റെ ജീവിതത്തിൽ കുറെ തെറ്റുകളുണ്ടല്ലോ. അപ്പൊ എന്താവുക? ഈ സംശയം സ്വഹാബികൾ പ്രവാചകനോട് ചോദിക്കുക, റസൂലേ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ആളെന്നെ അയാൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ സൗകര്യം കിട്ടുമ്പോ വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടല്ലോ, അയാള് മോഷ്ടിക്കാൻ സാധ്യത ഉണ്ടല്ലോ, അയാള് ലഹരി ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ ആവുമ്പോ എങ്ങനെ സ്വർഗത്തിലെത്തുമോ? പ്രവാചകന്റെ മറുപടി അമ്പരപ്പിക്കുന്ന മറുപടി. എന്താ പറഞ്ഞേ? അവൻ വ്യഭിചരിച്ചാലും അവൻ മോഷ്ടിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ, ഓ സ്വർഗത്തിലെത്തും. അതെങ്ങനെ? അത് റസൂല് പഠിപ്പിക്കുന്നു കേട്ടോ. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ ബാക്കി എന്ത് തെറ്റ് അവനിലുണ്ടോ ഒന്നുകിൽ അള്ളാഹ് അവന് പുറത്തു കൊടുക്കും അവന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ തൗബ കൊണ്ട് പുറത്തു കൊടുക്കും. ഇനി അള്ളാഹ് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിലോ ആ തെറ്റുകൾക്ക് നരകത്തിൽ അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ ഉണ്ടല്ലോ, ആ ശിക്ഷ അതിന്റെ കാലാവധി അവൻ നരകത്തിൽ പൂർത്തിയാക്കണം. അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് അള്ളാഹ് പറഞ്ഞേക്കുന്ന. മനസ്സിലായില്ലേ? ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുറ്റമറ്റ രൂപത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് അവൻ സ്വർഗത്തിലെത്തും, തീർച്ച. അല്ലേ? അതൊരു വലിയ കാര്യമല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ പലജാതി തെറ്റുകൾ ഉണ്ടാവൂലേ? ആ തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ട് സ്വർഗത്തിലെത്താൻ നമ്മുടെ കുടുംബത്തെ സഹായിക്കുന്ന, നമ്മുടെ കുടുംബത്തിന് താങ്ങാവുന്ന ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കുടുംബത്തിന് കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളല്ലേ ഏറ്റവും വലിയ ദുഷ്ടന്മാരായ ആളുകൾ? അപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും സ്വർഗത്തിലെത്താനേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. മാത്രല്ല മൂന്നെണ്ണം പറഞ്ഞില്ലേ? നാലാമത്തെ കാര്യം, നമ്മളൊക്കെ എപ്പോഴും കുടുംബമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ? എപ്പോഴും നമ്മളെ കുടുംബവും കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം നമുക്ക് ആഗ്രഹമല്ലേ എപ്പോഴും? എൻ്റെ മോള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്ക് ഹോസ്റ്റലിലാക്കല്ലേ. ഞാൻ ചോദിച്ചത് വേണോ? ആ വേണം, ഒരു അച്ചടക്കൊക്കെ ഉണ്ടാവാൻ നല്ലതാണെന്ന്. എന്നായിക്കോട്ടെ, ഓല് പറയും പോലെ കേൾക്കുക. ഹോസ്റ്റലൊക്കെ തെരഞ്ഞു പിടിച്ച് ചേർക്കാൻ തീരുമാനിച്ച് നാളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുക രാവിലെ. അപ്പൊ ഇന്ന് രാത്രി ഞാനൊന്ന് ഉറങ്ങി വന്നപ്പോണ്ട് ഒരു തേങ്ങൽ കേൾക്കണം അടുത്തുനിന്ന്. അപ്പൊ നോക്കുമ്പോൾ ഭാര്യ ഉറങ്ങിയിട്ടില്ല, ഓളിങ്ങനെ കരയാണ്. ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നത്? എന്നോട് പറഞ്ഞു മോളിപ്പോ നാളെ പോകൂലേ? ആ ഹോസ്റ്റലിക്കല്ലേ? അതെ. അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികളൊക്കെ എത്ര കാലമാകുമ്പോൾ നമ്മളൊപ്പം ഉണ്ടാവുക? ഇപ്പൊ തന്നെ ഓലെ പറഞ്ഞയച്ചാല് ഇനി നാളെ കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കല്യാണമായി ഒരു പോയി, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഇല്ലാതാവൂലേ? അതുകൊണ്ട് ആവുന്നത്ര കാലം ഒരു നമ്മളെ കൂടെ നിന്നോട്ടെ, നമുക്ക് ആ ഹോസ്റ്റൽ ഒഴിവാക്കിയാലോ? നമ്മന്ന് സന്തോഷം. ഞാൻ അപ്പം തന്നെ നീച്ചുകാണ്ട് ആ ഹോസ്റ്റലിന്റെ ഫോം കയറിയാണ് വിട്ട്. എനിക്കതിന് ഇഷ്ടം. വീട്ടിൽ നിൽക്കുക അല്ലേ? നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മാതാപിതാക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കൊതിക്കണില്ലേ? പഠിച്ചോനെ, ഞാൻ ഇപ്പം പുതിയ വീടൊക്കെ ഉണ്ടാക്കി സൗകര്യമുള്ള വീട് എൻ്റെ ബാപ്പിയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എത്ര നന്നായി നമ്മൾ ആഗ്രഹിക്കില്ലേ? അതിൻ്റെ അപ്പുറത്തേക്കുള്ള വല്യപ്പാനും വല്യമ്മാനും ഓലൊക്കെ ഒന്ന് കണ്ടെങ്കിൽ, ഓലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കല്ലേ? ചിലപ്പോൾ നമ്മളെ വല്യമ്മ അല്ലെങ്കിൽ നമ്മുടെ അമ്മക്ക് വലിയ ആഗ്രഹം ഇനി നമ്മളൊക്കെ ഒരു കുട്ടി ഉണ്ടായി കാണണമെന്ന്. നമ്മൾ ഗർഭിണിയായി, നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഗർഭിണിയായിരിക്കുമ്പോൾ പ്രസവത്തിന്റെ തലേന്ന് അമ്മ മരിച്ചേ, അമ്മ കുട്ടിനെ കാണാത്തതിന്റെ സങ്കടം നമ്മൾ എപ്പോഴും പങ്കുവെക്കാറില്ലേ? സത്യത്തിൽ ഈ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും, നമ്മൾ കണ്ടവരും കാണാത്തവരും ഒക്കെ ഒരു കുടുംബമായിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥകൾ ആലോചിക്കാൻ. എല്ലാവരും വല്യപ്പിയും വല്യമ്മയും ബാപ്പിയും ഉമ്മയും മക്കളും പേരക്കുട്ടികളും ഇനി പിറക്കാൻ പോണ കുട്ടികളും പേരക്കുട്ടിനെ കെട്ടാൻ പോണ പുതിയാപ്പളിയും എല്ലാവരും സ്വർഗത്തിൽ ഇങ്ങനെ ഒന്നായിട്ട് ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങൾ ആലോചിക്കാൻ. നമ്മളെ കുടുംബം ഒന്നാവുന്ന ദിവസം. അങ്ങനെ ഒരു സൗഭാഗ്യം ഒരു മനുഷ്യന് കിട്ടണമെങ്കിൽ അള്ളാഹ് വെച്ച നിബന്ധന എന്താ പറയുന്നത്? നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവുകയും നിങ്ങളുടെ മറ്റു മക്കൾക്ക് കുടുംബത്തിന് അവരും ലാ ഇലാഹ ഇല്ലല്ലാഹിലാണെങ്കിൽ അള്ളാഹു സ്വർഗത്തിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നു. നമ്മുടെ മക്കളൊക്കെ ചെറുപ്പത്തിൽ മരിച്ചിരിക്കണമെങ്കിൽ
ആ മക്കളെ മയ്യത്തുമായിട്ട് നാട്ടുകാർ പടിയിറങ്ങുമ്പോൾ നെഞ്ച് പറിച്ചെടുക്കുന്ന വേദനയിൽ കരഞ്ഞ ആൾക്കാരല്ലേ നമ്മളൊക്കെ. എന്തേ കാരണം? ഇനിന്റെ കുട്ടിയുടെ മുഖം ഞാൻ കാണൂലല്ലോ എന്ന് സങ്കടം. ആ കുട്ടി നാളെ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽക്കല് മാന്ന് വിളിച്ചുകാണ്ട് ബാപ്പാന്ന് വിളിച്ച് നമ്മുടെ കുട്ടി സ്വർഗത്തിന്റെ വാതിൽക്കൽ കാത്തിരിക്കുന്ന ആ ഒരു ഇതിന് ആലോചിക്കാൻ ഒരു ഭാഗ്യല്ലേ, വലിയ ഭാഗ്യല്ലേ? അതെ, നമുക്ക് നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയവരെ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിക്കാം. എന്തുണ്ടെങ്കിൽ? പൈസ ഉണ്ടെങ്കിലല്ല, വീട് വലിയതാണെങ്കിൽ നല്ല, കാറ് വലിയതാണെങ്കിൽ നല്ല, വലിയ അക്കാദമിക്കൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ കുടുംബത്തെ പോലെ നമുക്ക് സ്വർഗത്തിൽ ഒത്തുകൂടണം. അതിനെന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. എനിക്ക് മാത്രം ഉണ്ടായാൽ പോരാ, എല്ലാവർക്കും വേണം. അത് മനസ്സിലാവണം, അതനുസരിച്ച് ജീവിക്കണം, അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കണം, തൗഹീദ് ഉണ്ടാവണം. അവസാനത്ത് അഞ്ചാമത്തെ കൂടി പറഞ്ഞു, എണ്ണി കുറെ പോട്ടോ. ഞാൻ 5 മാത്രം മാറ്റി വെച്ച സമയത്തിന്റെ പരിധിയും പരിമിതിയും. 5 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത ഒരാൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത ഒരാൾ ഒരിക്കലും സ്വർഗത്തിലെത്തൂല, ഒരിക്കലും. എന്താണ് അള്ളാഹു പ്രയോഗിച്ച പദം എന്നറിയോ? ഹറമല്ലാഹു അലൈഹി അൽ ജന്ന. എന്താ ഹറമ എന്ന് പറഞ്ഞാല്? ഹറാമാക്കീന. എന്താ ഹറാമാക്കി പറഞ്ഞ? നിഷിദ്ധമാക്കി. ഹറമല്ലാഹു അലൈഹി അൽ ജന്ന, അവന്റെ മേൽ അല്ലാഹു സ്വർഗത്തെ നിഷിദ്ധമാക്കി. ആരുടെ മേൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തവരെ. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തവരുണ്ടെങ്കിൽ മനസ്സിലൊന്ന് കുറിച്ച് വെച്ച് നോക്കി. ഒരു കാലത്തും സ്വർഗത്തിലെത്താതെ കാലാകാലം നരകത്തിൽ ചിരട്ട കത്തുന്നത് പോലെ കെട്ടുപോകാതെ, ചൂട് കുറയാതെ, ശിക്ഷ കുറയാതെ, ദുരിതം കുറയാതെ അനന്തകാലം അവൻ തീയില കത്തിക്കൊണ്ടേയിരിക്കും. ഇബ്രാഹിം നബി നാളെ പരലോകത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ബാപ്പാനെ കണ്ടുമുട്ടും. ആരാ ഇബ്രാഹിമിന്റെ ബാപ്പ? ആസർ. ബാപ്പാക്ക് കാര്യം മനസ്സിലായി, അള്ളാഹ്ക്ക് മാത്രമേ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആസർ ഇബ്രാഹിം നബിനെ തെരഞ്ഞു വന്നിക്കുക, ഇന്നെ രക്ഷപ്പെടുത്തുമോ, എന്നെ സഹായിക്കുമോ? അപ്പൊ ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, പഠിച്ചോൻ എന്റെ ബാപ്പാനൊന്ന്. അപ്പൊ അള്ളാഹ് ഇബ്രാഹിം നബിയോട് ഒരു വർത്താനം, ഇബ്രാഹിമേ, ശിർക്ക് ചെയ്തവർക്ക് സ്വർഗം ഹറാമാണെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ട് റബ്ബേ, ഉണ്ട്. നിന്റെ ബാപ്പ ശിർക്ക് ചെയ്തല്ല ജീവിച്ച് മരിച്ചത്? അതേ റബ്ബേ. പിന്നെ എന്തിനാ ഇബ്രാഹിമേ വേണ്ടാത്തൊരു ചോദ്യം? പിന്നെ എന്തിനാ വേണ്ടാത്തൊരു ചോദ്യം? എന്നിട്ട് അള്ളാഹ് പറയാ, എന്റെ കാലിന് ചോട്ടക്ക് ശരിക്കൊന്ന് നോക്ക്. ഇബ്രാഹിം നബി ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോ എന്താ കണ്ട നിങ്ങള്? അള്ളാന്റെ മലക്കുകളെ ചങ്ങലകളിൽ കെട്ടി ഈ ബാപ്പാനണ്ട് വലിച്ചു കൊണ്ടുപോകണം നരകത്തേക്ക്. ആരാ ഇബ്രാഹിം നബി? നിങ്ങള് ഖലീലുള്ള. എന്താ ഖലീലുള്ള പറഞ്ഞ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരൊറ്റ മനുഷ്യനെ അള്ളാഹു തന്റെ ചങ്കായിട്ട് സുഹൃത്തായിട്ട് തെരഞ്ഞെടുത്തു. ആ ആളാ ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയെ പറഞ്ഞേ, പഠിച്ചോനെ എന്റെ ബാപ്പാനെ വല്ല ഗുണം കിട്ടിയോ? ഇല്ല. തൗഹീദ് ഇല്ലാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്ത ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യനാണ്. എത്ര പൈസ ഉണ്ടായിക്കോട്ടെ, എത്ര സ്ഥാനം ഉണ്ടായിക്കോട്ടെ, എത്ര സ്വഭാവ മഹിമ ഉണ്ടായിക്കോട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലേ, അയാൾ ഏറ്റവും ദൗർഭാഗ്യവാനാ. അയാളെ കാത്തിരിക്കുന്നതേ ശാശ്വതമായ നരകം, രക്ഷയില്ലാത്ത നരകം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിന്റെ ശരിയായ വഴിയിലാവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ കാര്യത്തിൽ ഇത്തിരി നിർബന്ധ ബുദ്ധി നമ്മൾ ഉണ്ടാവണം. അതിന് വിരുദ്ധമായതൊന്നും നമ്മുടെ വീട്ടിലോ ആഘോഷങ്ങളിലോ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ബന്ധങ്ങളിലോ ഉണ്ടാവാതിരിക്കാൻ കണിശമായി ശ്രദ്ധിക്കണം. ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ വളരെ കണിശമാണ്. അതിനെതിരാകുന്ന ഒരു തരി പോലും പടച്ച റബ്ബിന്റെ അടുക്കൽ ഭീകരമായ കുറ്റമാണ് എന്ന് മനസ്സിലാക്കണം. അത് ജീവിതത്തിൽ പുലർത്താൻ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദിൽ അടിയുറച്ച നല്ല കുടുംബങ്ങളാവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.